بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. السلام عليكم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം പരമാവധി വിമലീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്തത്ര അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്തുമാത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അവൻ്റെ ഔദാര്യവും കാരുണ്യവും നമ്മൾ അനുഭവിക്കുന്നുവോ, നമ്മൾ ആസ്വദിക്കുന്നുവോ, അതിനനുസരിച്ച് പരമാവധി അവന് നന്ദി രേഖപ്പെടുത്താൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അതല്ല, പടച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും അതോടൊപ്പം അവൻ്റെ കൽപ്പനകളോട് നിർദ്ദേശങ്ങളോട് തീർത്തും നിഷേധാത്മകമായ നിലപാട് നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത്തരം ആളുകൾക്കാണ് ജ്വലിക്കുന്ന നരകശിക്ഷ എന്ന് വിശുദ്ധ ഖുർആൻ പലതവണ വളരെ ഗൗരവത്തോടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അടിസ്ഥാന ബോധം വിശ്വാസികളെന്ന നിലയിൽ നമ്മെ സദാ നയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, അതിൻ്റെ തലവാചകം പരീക്ഷണങ്ങളിലൂടെ എന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഏറെ ശ്രദ്ധേയമായ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 155, 156 വചനങ്ങളിൽ നിന്ന് ഊന്നി നിന്നുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരീക്ഷണങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം തന്നെ പരീക്ഷണമാണ്. സ്വാഭാവികമായ അതിൻ്റെ പരിണിതിയാണ്. ഈ പരീക്ഷണങ്ങളിൽ ഒരു പക്ഷേ വിജയം നേടാം, അല്ലെങ്കിൽ അമ്പേ പരാജയപ്പെടാം. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏത് പരീക്ഷണങ്ങളാകട്ടെ, ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവനാണവൻ. പടച്ച റബ്ബിൻ്റെ പരീക്ഷണങ്ങളിൽ അവൻ പരാജയപ്പെടുന്നുവെങ്കിൽ അതെന്തുമാത്രം ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതേസമയം വിശുദ്ധ ഖുർആനിൻ്റെ താളുകൾ മറിക്കുമ്പോൾ അള്ളാഹു ആവർത്തിച്ച് പറയുന്നത് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. പടച്ച റബ്ബിൻ്റെ പരീക്ഷണത്തിന് വിധേയമാകാതെ ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധ്യമല്ല. എന്തിനേറെ ജീവിതവും മരണവും വിശുദ്ധ ഖുർആൻ സംസാരിച്ചു. ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ സംസാരിച്ചപ്പോൾ അള്ളാഹു നമ്മോട് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഖുർആനിലെ 67-ാമത്തെ സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വചനം. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ജീവിതത്തെ മരണത്തെ സൃഷ്ടിച്ചവനാകുന്നു പടച്ചറബ്. അവൻ ഏറെ പ്രതാപമുള്ളവനാണ്, ഏറെ പൊറുക്കുന്നവനുമാണ്. പരമകാരുണ്യകനായ പടച്ചറബ് പറയുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ജീവിതത്തെ മരണത്തെ പടച്ചറബിൻ്റെ സംവിധാനമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നു. മാത്രമല്ല വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് എടുത്തു പറഞ്ഞൊരു കാര്യം, വനബുലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന. ഏതെല്ലാം അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങൾ, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. പ്രയാസം കൊണ്ടും അതോടൊപ്പം തന്നെ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നൽകി, സമ്പത്ത് നൽകി, സമ്പത്ത് തരാതെ ആരോഗ്യം നൽകി, രോഗം നൽകി, മരണം നൽകി, ജനനം നൽകി, അങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പടച്ചറബ് പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞ് വ ഇലൈനാ തുർജഊൻ, നിങ്ങളെല്ലാം എൻ്റെ അടുക്കലേക്ക് വരേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബിൻ്റെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാനും ഈ പരീക്ഷണങ്ങളിൽ തീർത്തും രചനാത്മകമായ നിലപാട് സ്വീകരിക്കാനും നമുക്ക് കഴിയണം. എങ്കിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം അതേ സ്വർഗമുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വലനബുലുവന്നകും ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസി മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്. തീർച്ച ഭയം നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും, വിശപ്പ് നൽകിക്കൊണ്ട് പരീക്ഷിക്കും, ജീവനഷ്ടവും വിഭവനഷ്ടവും ധനനഷ്ടവും നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. ഈ രംഗത്തെല്ലാം ഉറച്ചു നിൽക്കുന്നവരാരോ വബശ്ശിരി സ്വാബിരീൻ. അത്തരം ആളുകൾക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത നബിയെ താങ്കൾ അറിയിക്കുക. സ്വാഭാവികമായും വർഷങ്ങളേറെയായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് സമയമാണ് പടച്ച റബ്ബ് നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. മരണത്തിന് മുമ്പ് ഈ പറയുന്ന അവസ്ഥകളിലൂടെയെല്ലാം നമുക്ക് കടന്നു പോകേണ്ടി വരും. തീർച്ച നന്മകളിലൂടെ തിന്മകളിലൂടെ എല്ലാം ഈ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരും. ഇവിടെ ക്ഷമയോടെ അവധാനതയോടെ പടച്ച റബ്ബിൻ്റെ പരീക്ഷണത്തെ നോക്കിക്കാണാനുള്ള മനസ്സുള്ളവർക്കാണ് സ്വർഗം എന്നുള്ള വിശുദ്ധ ഖുർആൻ്റെ സന്തോഷ വാർത്ത. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയവരാണ് നമ്മൾ. പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന തിരിച്ചറിവ് നേടിയവരാണ് നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും മനസ്സിലാക്കിയ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ജനങ്ങൾക്ക് പരമാവധി പറഞ്ഞു കൊടുക്കണമെന്ന താല്പര്യത്തോടെ പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടവർ കൂടിയാണ് നമ്മൾ. പടച്ച റബ്ബ് പരമകാരുണ്യകനും കരുണാവാരിധിയുമാണെന്ന് മനസ്സിലാക്കിയ അബൂദർ റളിയല്ലാഹു അൻഹു പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി മുശ്രിക്കുകൾക്കിടയിൽ ചാടി എഴുന്നേറ്റ് നിന്നു. ഞാൻ അബൂദറാണ്, ഗഫാർ ഗോത്രക്കാരനാണ്, ഞാൻ മനസ്സിലാക്കുന്നു പടച്ച റബ്ബ് ഏകനാണ്, അവന് ഏകനാണ് ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ശക്തമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാക്കപ്പെട്ട വ്യക്തിത്വം. എല്ലാ അർത്ഥത്തിലും ബോധം നഷ്ടപ്പെട്ട് തളർന്നു വീണ അദ്ദേഹത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇപ്പോൾ ഈ രഹസ്യ പ്രബോധനത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇനി നിന്റെ ജീവനെ തന്നെ അപകടമാകും ഇവിടെ നിൽക്കാൻ. അതുകൊണ്ട് നീ നിന്റെ ഗോത്രത്തിലേക്ക് പോവുക. മനസ്സിലാക്കിയ സത്യം പറഞ്ഞു കൊടുക്കാനുള്ള വെമ്പലോടെ തൻ്റെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞുപോയ അബൂദർ അൽ ഗഫാരി തൻ്റെ അനുജനോട് ആദ്യം പറഞ്ഞു, ഇത് സ്വർഗത്തിൻ്റെ മാർഗമാണ്, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് സഹോദര, എനിക്കിഷ്ടമാണ് നിന്നെ, ഈ ആദർശത്തിലേക്ക് നീ കടന്നു വരണം. ആ സഹോദരൻ ഏറ്റു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ രണ്ട് സഹോദരങ്ങളും തങ്ങളെ 10 മാസം നൊന്തു പ്രസവിച്ച പൊന്നുമ്മാൻ്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഇതാണ് സ്വർഗത്തിൻ്റെ മാർഗം, ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗമാണ്, ഇതിലേക്ക് കടന്നു വരണമേ ഉമ്മ, ഇത് മാത്രമാണ് നരകത്തിൽ നിന്നുള്ള വിമോചന മാർഗം. ഉമ്മയും ഏറ്റു ചൊല്ലി. ആ ഉമ്മയും ആ 2 മക്കളും ഗഫാർ ഗോത്രത്തിലെ ഓരോ വീടുകളിലും കടന്നിറങ്ങി.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട്. ആഴ്ചകൾ, മാസങ്ങൾ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഗഫാർ ഗോത്രത്തിലെ മഹാഭൂരിപക്ഷവും ഇസ്ലാമിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ കർമ്മങ്ങളിൽ മുഹമ്മദ് റസൂലുള്ളാഹ് പ്രകടമായി. ഇങ്ങനെ മനസ്സിലാക്കിയ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും അത് പരമാവധി പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത മുൻഗാമികളായ ഉജ്ജ്വലമായ മാതൃക കാണിച്ചു തന്ന സഹാബിവര്യന്മാർ, അവരെല്ലാം മനസ്സിലാക്കിയ സത്യം മനസ്സിൽ പൂഴ്ത്തിവച്ചവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുഅ്മിനുകളായ മുവഹിദുകളായ മുജാഹിദുകളായ നമ്മൾ മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുവാനുള്ള സന്മനസ് കാണിക്കണം. ആ രംഗത്ത് ഈ മഹിതമായ ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ പടച്ച റബ്ബിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത്, പടച്ച റബ്ബിൻ്റെ അസ്തിത്വത്തെ വെല്ലുവിളിച്ച്, ഈ ലോകത്ത് പടച്ച റബ്ബ് എന്ന ശക്തിയില്ല, ഉണ്ട് എങ്കിൽ അവനെ ഞങ്ങളിതാ കൊന്നിരിക്കുന്നു, ഗോഡ് ഈസ് ഡെഡ്, ദൈവം മരിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ താത്വികാചാര്യന്മാരുടെ ആശയങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന നിരവധി യുക്തിവാദികളും അത്തരത്തിലുള്ള നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ നമുക്കിടയിൽ പടച്ചറബിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം പരകോടി മനുഷ്യ ദൈവങ്ങളെയും, ആൾ ദൈവങ്ങളെയും, വിഗ്രഹങ്ങളെയും, രൂപങ്ങളെയും, ശവകുടീരങ്ങളെയും, പ്രവാചകന്മാരെയും, പുണ്യവാളന്മാരെയും, തങ്ങന്മാരെയും, ബീവിമാരെയും അവരോട് പോലും ഇസ്തിഗാസയും തവസ്സുലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ വല്ലാത്ത ഉത്തരവാദിത്വമുണ്ട്. പടച്ചറബ് പറഞ്ഞത് ഈ മനസ്സിലാക്കിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജനങ്ങളിലേക്ക് പറയുമ്പോൾ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സമ്പത്ത്, അവിടെയെല്ലാം പടച്ചറബിൻ്റെ പരീക്ഷണം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലതുബലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരങ്ങളിൽ, നിങ്ങളുടെ സമ്പത്തുകളിൽ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന്. ഈ മഹിതമായ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും ഈ ആദർശമനുസരിച്ച് ജീവിതം പരമാവധി പരിവർത്തിപ്പിക്കുവാൻ കൊതിക്കുകയും ഈ രംഗത്ത് സജീവമായി മുന്നോട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളിൽ, നിങ്ങളുടെ സമ്പത്തുകളിൽ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. നിങ്ങൾ ഒരു സമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട വേദഗ്രന്ഥത്തിൻ്റെ വക്താക്കൾ ജൂതന്മാരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും ബഹുദൈവാരാധകരായ സമൂഹങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശക്തമായ കുത്തുവാക്കുകളും അതുമായി ബന്ധപ്പെട്ട പരിഹാസവാക്കുകളും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ കുത്തിനോവിക്കുന്ന അർത്ഥത്തിലുള്ള പ്രതികരണങ്ങൾ ഈ പറയുന്ന പ്രബോധിത സമൂഹങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ വചനം. എന്നിട്ട് അല്ലാഹു പറഞ്ഞത്, ഈ സമയത്ത് ഈ രംഗത്ത് ക്ഷമയോടെ, അവധാനതയോടെ ഉറച്ചു നിൽക്കുകയും തഖ്വ യഥാവിധി നിലനിർത്തുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ച ഇത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. വല്ലാത്ത ഈ ദൃഢനിശ്ചയം വേണമെന്നാണ്, ആത്മധൈര്യം വേണമെന്നാണ്, പ്രത്യേകമായ സ്ഥൈര്യവും ഉറച്ച ചിന്തയും ഉണ്ടാകണമെന്ന് ഈ രംഗത്ത് നിലനിൽക്കണമെങ്കിൽ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു ലസ്ബിൻ്റെ ഗണത്തിൽപ്പെട്ട പ്രവാചകന്മാരെ പടച്ചറബ് നമുക്ക് പരിചയപ്പെടുത്തി. 5 പ്രവാചകന്മാർ. ഒന്നാമതായി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കിയ സത്യം നീണ്ട 950 വർഷം പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ച വ്യക്തിത്വം. പക്ഷേ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രിയതമ അദ്ദേഹത്തിൽ അവിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ നിന്ന് പിറന്ന മകൻ അദ്ദേഹത്തെ നിഷേധിച്ചു. അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടുകാരും ആ സമൂഹവും മുഴുവൻ അദ്ദേഹത്തെ കളിയാക്കുകയും കുത്തുവാക്കുകൾ കണ്ട് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ തൻ്റെ ഭാര്യ മാറിപ്പോയിട്ടും, തൻ്റെ രക്തത്തിൽ നിന്ന് പറഞ്ഞ തൻ്റെ പിഞ്ചോമന മകൻ മാറിപ്പോയിട്ടും, തൻ്റെ സമൂഹം മുഴുവനും തന്നിൽ നിന്ന് മാറി നിന്നിട്ട് പോലും ഉറച്ചു നിന്ന വ്യക്തിത്വത്തെക്കുറിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയത്, ഇന്നഹു കാന അബ്ദൻ ശകൂറ, നന്ദിയുള്ള അടിമയാണ് എൻ്റെ നൂഹ് എന്ന് പടച്ചറബിൻ്റെ പരിചയപ്പെടുത്തൽ. രണ്ടാമതായി നമ്മൾ വായിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മനസ്സിലാക്കിയ സത്യം സ്വന്തം ബാപ്പാൻ്റെ മുന്നിൽ പറഞ്ഞ, തൻ്റെ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിച്ച, അന്നത്തെ സ്വേച്ഛാധിപതിയായ ആ കാലഘട്ടത്തിലെ രാജാവിൻ്റെ മുന്നിൽ മനോധൈര്യത്തോടുകൂടെ ഈ ആശയത്തെക്കുറിച്ച് വിശദീകരിച്ച അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ, വീട്ടിൽ നിന്ന് വാപ്പ പറഞ്ഞ് അടിച്ചിറക്കും, പുറത്തു പോയിക്കൊള്ളുക, കണ്ടുപോകരുത് നിന്നെ, ഇറങ്ങി വന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം താൻ മനസ്സിൽ കാത്തു സൂക്ഷിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിർത്താൻ, അതിനനുസരിച്ച് ജീവിതം പരിവർത്തിപ്പിക്കാൻ. ഒരു സമൂഹം മുഴുവൻ തനിക്കെതിരെ, അന്നത്തെ രാജാവും തനിക്കെതിരെ തന്നെ ചങ്ങലകളാൽ ബന്ധിച്ച് അഗ്നികൂടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ പോലും തൻ്റെ മനസ്സിലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രകടനമാണ് അവിടെ കണ്ടത്. ഹസ്ബി അല്ലാഹ്
വനിഅമൽ വക്കീൽ, പടച്ചറബേ എനിക്ക് നീ മതി, നീ മാത്രം, നിന്നിലാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്നെ തന്നെ. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹ് പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിം ആകണം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, എൻ്റെ റബ്ബേ ഞാനിതാ ഈ നിമിഷം മുതൽ എന്നെ നിനക്ക് സമർപ്പിച്ചു, എൻ്റെ എല്ലാം നിനക്കാൻ, നീ എന്തു പറഞ്ഞാലും കേൾക്കാനും അനുസരിക്കാനും ഞാൻ ഒരുക്കമാണ് എൻ്റെ നാഥ എന്ന് പ്രതികരിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ ആ സമർപ്പണത്തിൻ്റെ പ്രകടനമാണ് തൻ്റെ രക്തത്തിൽ നിന്ന് പിറന്ന തൻ്റെ പിഞ്ചോമനയുടെ കഴുത്തിൽ മൂർച്ചയുള്ള കടാര വെക്കുമ്പോൾ, തൻ്റെ പ്രിയതമയെ പിഞ്ചോമനയെ ആരാരുമില്ലാത്ത ചുട്ടുപൊള്ളുന്ന ആ മണൽക്കാട്ടിൽ ഉപേക്ഷിക്കുമ്പോൾ ഈ സമർപ്പണത്തിൻ്റെ ഉജ്ജ്വലമായ പ്രകടനമാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഉലുൽ അസ്മിൻ്റെ ഗണത്തിൽപ്പെട്ട രണ്ടാമത്തെ പ്രവാചകനെ പടച്ചറബ് പരിചയപ്പെടുത്തിയത് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, എൻ്റെ ആത്മമിത്രമായി ഞാൻ എൻ്റെ ഇബ്രാഹീമിനെ സ്വീകരിച്ചു എന്ന് നാം മനസ്സിലാക്കണം. മൂന്നാമതായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ രീതിയിൽ തന്നെ അല്ലേ തനിക്ക് ഈ പ്രബോധിത സമൂഹത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, ആ രംഗത്ത് അവരെയെല്ലാം പരിവർത്തിപ്പിച്ചെടുത്ത് ഒരു ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ പിന്നീടും വിഗ്രഹാരാധനയിലേക്ക്, ആ പശുക്കുട്ടിയെ പൂജിക്കുന്നതിലേക്ക് തിരിച്ചുപോയ ഒരു സമൂഹത്തിൻ്റെ ധിക്കാരപരമായ നടപടിക്രമങ്ങൾ, അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട് പോലും, അനുഗ്രഹങ്ങൾ എമ്പാടും അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും നേർക്കുനേരെ പടച്ചറബിൻ്റെ ശിക്ഷയും ദൃഷ്ടാന്തങ്ങളും കണ്ണുകൊണ്ട് കാണേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ട് പോലും അള്ളാഹുവിൽ നിഷേധിക്കുന്നൊരവസ്ഥയിലേക്ക് ധിക്കാരവും അഹങ്കാരവും അധിക ചോദ്യങ്ങളും അവരെത്തിച്ചുവെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഒരു വലിയ സമൂഹത്തെ പരിവർത്തിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങളിൽ, ഇതുമായി ബന്ധപ്പെട്ട ധിക്കാരങ്ങളിൽ ഒന്നും തളരാതെ തകരാതെ ഉറച്ചു നിന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വകല്ലമല്ലാഹു മൂസ തക്ലീമ, ആ മൂസയോടാണ് പടച്ചറബ് ഒരു മറയ്ക്ക് പിന്നിൽ നിന്ന് സംസാരിച്ചത്. ഈ അനുഗ്രഹം കിട്ടിയ വ്യക്തിത്വം നാലാമത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പിറന്ന് വീഴുമ്പോൾ തന്നെ 10 മാസം നൊന്തു പ്രസവിച്ച പൊന്നുമ്മാനെ കുറിച്ച് മോശമായി നാട്ടുകാർ ആ കാലഘട്ടത്തിൽ പലരും പറഞ്ഞപ്പോൾ, ഇല്ല, എൻ്റെ ഉമ്മ ചരിത്രവതിയാണ്, ഇനി അബ്ദുള്ള അതാനിയൽ കിതാബ വജഅലനി നബിയ, ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ്, എന്നെ പടച്ചറബ് പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നു, എനിക്ക് പടച്ചറബ് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു, എൻ്റെ ഉമ്മാനോട് പരമാവധി പുണ്യം ചെയ്യാനാണ് എൻ്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് തൊട്ടിലിൽ നിന്ന് തന്നെ പടച്ചറബ് നൽകിയ ആ വഹിയിൻ്റെ അനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ വ്യക്തിത്വം മനസ്സിലാക്കണം. റൂഹുള്ള അല്ലേ, അള്ളാഹുവിൻ്റെ ആത്മാവ്. അഞ്ചാമതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പലതവണ നമ്മൾ കണ്ണോടിച്ചിട്ടുണ്ട്. മനസ്സിലാക്കിയ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും, എന്തിനേറെ തായിഫിലെ കുട്ടികൾ കല്ലെറിഞ്ഞപ്പോൾ, ആ നാട്ടുകാർ അദ്ദേഹത്തെ അപഹസിച്ചപ്പോൾ, കുത്തുവാക്കുകൾ കൊണ്ട് മനസ്സുകൾ വേദനിച്ച സമയത്ത് പോലും, ശരീരത്തിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്ന സമയത്ത്, മുന്തിരിത്തോട്ടത്തിൽ തളർന്നു കിടന്ന പ്രവാചകന്റെ മുന്നിൽ എത്തി മലക്ക് നശിപ്പിക്കട്ടെയോ ആ സമൂഹത്തെ, വേണ്ട റബ്ബേ, അരുത്, അറിയാത്ത സമൂഹമാണവർ, ഒരുപക്ഷെ അവരുടെ വരും തലമുറയിലെങ്കിലും മാറ്റമുണ്ടാകുമല്ലോ എന്ന ആ വിശാലമായ മനസ്സ് നമ്മൾ ചരിത്രത്തിൽ വായിച്ചു. ഈ 5 പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹ് പറയുന്നത്, മുഹമ്മദ് നബിയോടും പറഞ്ഞത്, നീ ക്ഷമിക്കേണ്ടത് ഉലുൽ അസ്മിൻ്റെ ഗണത്തിൽപ്പെട്ട നിന്റെ മുൻഗാമികൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്നാണ്. മനസ്സിലാക്കിയ സത്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ, അപ്പോൾ പോലും അവരുടെ മനസ്സിൽ യാതൊരു പരിഭവവും ഉണ്ടായില്ല. ത്വായിഫിലെ ജനങ്ങൾ കല്ലെറിഞ്ഞ് തളർന്നു കടന്ന് നടക്കാൻ പോലും കഴിയാതെ പ്രവാചകൻ ഇരുന്ന സമയത്ത് ആ പ്രവാചകന്റെ മനസ്സിലുള്ള പ്രാർത്ഥന, റബ്ബേ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഒരു സമൂഹം മുഴുവനും എന്നെ ആട്ടിപ്പുറത്താക്കുമ്പോഴും അവരെല്ലാം എന്നെ കല്ലെറിയുമ്പോഴും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷേ ഒന്ന്, നാഥ, എന്നെക്കുറിച്ച് നിനക്ക് നല്ല വിചാരമാണ് ഉണ്ടാകേണ്ടത്. പടച്ച റബ്ബേ, നിന്റെ തൃപ്തിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അനുഭവങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് മോശമായ ഒരു ചിന്ത പോലും എന്നെ നയിക്കുന്നില്ല എന്ന് തുറന്ന മനസ്സുമായി നടപടി സ്വീകരിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അല്ലാഹ് പറഞ്ഞത്, വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമയും അവധാനതയോടെ ഉറച്ചു നിൽക്കുകയും തഖ്വ നിലനിർത്തുകയും ചെയ്യുന്നുവെങ്കിൽ, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. മുൻഗാമികളായ പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടത്. മനുഷ്യർ, വിശ്വാസികൾ അല്ലാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയരാകും, പക്ഷേ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടവർ പ്രവാചകന്മാരാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹാബത്ത് ചോദിച്ചു, നബിയെ, ആരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാവുക? റസൂലുള്ളാഹി പറഞ്ഞ അംബിയാ, പ്രവാചകന്മാർ. പിന്നെ ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വാലിഹൂൻ, സ്വാലിഹീങ്ങളാണ്, സച്ചരിതരായ ആളുകൾ. ഈ പ്രവാചകന്മാരെ അനുധാവനം ചെയ്ത ആ ഓരോ കാലഘട്ടത്തിലെയും അനുചരന്മാർ
അതേ ലോകാവസാനം വരെ ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ അതേ പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. അവർ ഈ പറഞ്ഞ ശരീരം, സമ്പത്ത്, ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പരീക്ഷണത്തിൻ്റെ വിവിധ മുഖങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. എത്രയെത്ര പ്രവാചകന്മാർ, എത്രയെത്ര സ്വാലിഹീങ്ങൾ, എത്രയെത്ര സച്ചരിതരായ ആളുകൾ, അവരെ എത്രയെത്ര തലങ്ങളിൽ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ എത്ര ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയെത്ര പേരുടെ എല്ലിൽ നിന്ന് ഞരമ്പും മാംസവും ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് വലിച്ച് കീറിയെടുത്തിട്ടുണ്ട്, എത്രയെത്ര ആളുകളെ തല നടുക്കെ ഛേദിച്ചിട്ടുണ്ട്, എത്രയെത്ര ആളുകളുടെ ശിരസ് ഛേദിച്ചിട്ടുണ്ട്, എത്രയെത്ര ആളുകളെ പട്ടിണി കിട്ടിയിട്ടുണ്ട്, എത്രയെത്ര ആളുകൾ നാടിൽ നിന്നും വീടിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയെത്ര ആളുകൾ എല്ലാ അർത്ഥത്തിലും അകറ്റപ്പെട്ടിട്ടുണ്ട്. ഇന്നും അതുണ്ട് അല്ലേ? എന്നിട്ട് പോലും ആ മുൻഗാമികൾ ഈ രംഗത്ത് സ്ഥൈര്യതയോടെ ഉറച്ചു നിന്നുവെങ്കിൽ പടച്ചറബ് പറഞ്ഞത് ഈ നിലപാട് സ്വീകരിക്കുന്നവരാരോ അവർക്കാണ് സ്വർഗത്തെക്കുറിച്ചുള്ള സുവിശേഷ വാർത്ത എന്ന്. വേദനകളും യാതനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ വിശ്വാസിയുടെ നാവിൻ്റെ തുമ്പിൽ നിന്ന് മനസ്സിൽ നിന്നും പുറത്തു വരേണ്ട പ്രാർത്ഥനയായി പടച്ചറബ് പരിചയപ്പെടുത്തിയത് അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെ, എന്തെങ്കിലും വിപത്തുകൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ ആ വിശ്വാസികളെ ബാധിച്ചാൽ അവർ പറയും ഇന്നാ ലില്ലാഹ്, തീർച്ച ഞങ്ങൾ അല്ലാഹുവിൻ്റെ അധീനതയിലാണ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, വ ഇലൈനാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടങ്ങേണ്ടവർ. ഈ ഒരു തിരിച്ചറിവ് വിശ്വാസികൾക്കുണ്ടാകണമെന്നാണ് ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 156 വചനത്തിലൂടെ പറയുന്നത്. ഒരു ഉദാഹരണം, വർഷങ്ങൾക്ക് മുമ്പ് മദീനയിലേക്ക് തിരിച്ചു വന്ന അബൂസലമയുടെ കുടുംബം, മക്കയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി അബൂസലമ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുസലമയും മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ സത്യമനുസരിച്ച് ജീവിക്കുമ്പോൾ മക്കയിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എത്തോപ്യയിലേക്ക് പോയിക്കൊള്ളുക, ഹിജറ. പോയി ആ കുടുംബം, ആ ഭാര്യയും ആ ഭർത്താവും തൻ്റെ കയ്യിലുള്ള കുഞ്ഞുമായി എത്തോപ്യയിലേക്ക് പോയി. തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ വല്ലാത്തൊരു സാഹചര്യമാണ്. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന വാർത്ത കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ഉമർ കടന്നു വരുമ്പോൾ പെട്ടെന്നാരും അങ്ങനെ മർദ്ദനങ്ങൾക്ക് തയ്യാറാകില്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ തിരിച്ചു വന്നു മക്കയിലേക്ക്. പക്ഷേ അതിനേക്കാൾ പീഡനങ്ങളും പ്രയാസങ്ങളായിരുന്നു പിന്നീട് അനുഭവിക്കേണ്ടി വന്നത്. പിന്നീട് റസൂലുള്ളാഹി പറഞ്ഞു, പൊയ്ക്കൊള്ളുക മദീനയിലേക്ക്, ഹിജറ. സ്വന്തം മതത്തിന് വേണ്ടി പടച്ചറബിൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ട് പോവുക മദീനയിലേക്ക്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തയ്യാറായി ആ ഭാര്യയും ആ ഭർത്താവും അവരുടെ പിഞ്ചുകുഞ്ഞും. നടന്നു വന്ന് മക്കയുടെ അതിർത്തി എത്തുമ്പോൾ തടഞ്ഞു നിർത്തി ഉമ്മുസലമയുടെ കുടുംബം. ഇല്ല, ഉമ്മുസലമയെയും കുട്ടിയെയും ഞങ്ങൾ പറഞ്ഞയക്കില്ല. അബൂസലമ, നിനക്ക് വേണമെങ്കിൽ പോയ്ക്കോ, നിന്റെ മതവും നിന്റെ ആദർശവും അനുസരിച്ചുകൊണ്ട്. എങ്ങനെ? തൻ്റെ കരളിൻ്റെ ഭാജനമായ തൻ്റെ പ്രിയതമയെ, തൻ്റെ പിഞ്ചോമന കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെ പോകാൻ കഴിയും അബൂസലമക്ക്? ഒരർത്ഥത്തിലും അവർ സമ്മതിക്കാതിരുന്നപ്പോൾ പടച്ചറബിൻ്റെ മുന്നിൽ തുറന്ന മനസ്സുമായി പ്രാർത്ഥിക്കുന്നു, എനിക്ക് റബ്ബ് വേണോ അതോ എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടിയും വേണോ? അബൂസലമയുടെ തീരുമാനം, റബ്ബേ നീയാണ് എനിക്ക് വലുത്, എൻ്റെ മകനേക്കാൾ എൻ്റെ ഭാര്യയേക്കാൾ. തലതാഴ്ത്തി കണ്ണുകൾ തുടച്ച് അബൂസലമ മദീനയിലേക്ക് തിരിച്ചു യാത്ര. നമ്മൾ മനസ്സിലാക്കണം, ഈ സമയത്ത് അബൂസലമയുടെ ഗോത്രക്കാർ വന്നിട്ട് ആ കുട്ടിയെ പിടിച്ചു വലിച്ചു ഉമ്മുസലമയുടെ കൈകളിൽ നിന്ന്. ഈ കുട്ടി ഞങ്ങളുടേതാണ്, നിന്റെയല്ല, ഇത് അബൂസലമൻ്റെ ഗോത്രത്തിൻ്റെ അംഗമാണ് എന്ന്. ഈ സമയത്ത് ഉമ്മുസലമയുടെ ഗോത്രക്കാരും ആ കുട്ടിയെ പിടിച്ചു. ചെറിയ കുട്ടി, ആ കുട്ടിയുടെ കൈകാലുകളിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ, ഗോത്ര നേതാക്കന്മാർ പിടിച്ചു വലിക്കുമ്പോൾ വേദനിക്കുന്ന ഹൃദയവുമായി അമ്മ പൊട്ടിക്കരഞ്ഞ് എൻ്റെ കുട്ടിനെ വിടണേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിൻ്റെ കൈയിൻ്റെ ജോയിൻ്റ് അടക്കം തെറ്റിപ്പോയി വേദന കൊണ്ട് കരയുന്ന കുഞ്ഞ്. എന്നിട്ട് പോലും തൻ്റെ ഭർത്താവിൻ്റെ ഗോത്രം നിഷേധികളായ മുശ്രിക്കുകൾ തൻ്റെ മകനെയും തട്ടിക്കൊണ്ടുപോയി. താൻ ഏകാഗിയായി. തൻ്റെ ഭർത്താവ് ആദർശത്തിൻ്റെ ഭാഗത്തിൽ മദീനയിലേക്ക് ഹിജറ പോയി. തൻ്റെ മകനെ തൻ്റെ ഭർത്താവിൻ്റെ ഗോത്രക്കാർ തന്നിൽ നിന്ന് മാറ്റി. തന്നെയാകട്ടെ തൻ്റെ ഗോത്രക്കാർ പിടിച്ചു വെക്കുകയും ചെയ്യുകയാണ്. ഈ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു പെണ്ണിൻ്റെ മനസ്സിൽ നിന്ന് ആ ഉമ്മുസലമ ഓരോ ദിവസവും ഈ ഒരു അവസ്ഥക്ക് തന്നെ സാക്ഷ്യം വഹിച്ച് ആ സ്ഥലത്ത് വന്ന് ഒറ്റക്കിരുന്ന് പടച്ചറബിൻ്റെ മുന്നിൽ തുറന്ന മനസ്സുമായി പ്രാർത്ഥിച്ച് കരഞ്ഞിരുന്നു. നാഥാ, എൻ്റെ കുട്ടിനെ എനിക്ക് കാണാൻ കഴിയണില്ല, എൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്കും എനിക്ക് പോകാൻ കഴിയണില്ല, ഞാനാകട്ടെ ആകെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, നീ വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച ഉമ്മുസലമക്ക് പടച്ചറബ് വഴി കാണിച്ചു കൊടുത്തു.
ഒടുവിൽ കുട്ടിനെ കിട്ടി. എന്നിട്ട് മദീനയിലേക്ക് യാത്ര പോയി തൻ്റെ പ്രിയതമനെ കണ്ടു. ആ കുടുംബജീവിതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബദറിൽ പങ്കെടുത്ത അബൂ സലമ ധീരം പോരാടി. ഉഹദിൽ പങ്കെടുത്ത അബൂ സലമ സജീവമായി ഉറച്ചു നിന്നു. പക്ഷേ മാരകമായ മുറിവുകളേറ്റ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നു. ചികിത്സ തുടർന്നു. ഏറെക്കുറെ അസുഖം മാറിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ച് ആ വ്യക്തിത്വം ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. ഉമ്മു സലമയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് പ്രായമുണ്ട്. തനിക്ക് 4 മക്കളുണ്ട്, ചെറിയ കുട്ടികൾ, 4 കുട്ടികൾ. ഈ 4 കുട്ടികളെ അനാഥകളായെന്ന അവസ്ഥയിൽ, താൻ വിധവയായ അവസ്ഥയിൽ, പ്രായമായ അവസ്ഥയിൽ, ഒരു കുടുംബക്കാരന് പോലും തന്നെ സഹായിക്കാൻ മദീനയില്ലാത്ത അവസ്ഥയിൽ ആ ഉമ്മു സലമയുടെ മനസ്സിൻ്റെ വേദനയും ആ സമയത്ത് ഉറച്ചു നിൽക്കാനുള്ള സന്നദ്ധതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ പ്രാർത്ഥിച്ചു, അതേ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. പടച്ച റബ്ബേ, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ, ഇതിനേക്കാൾ ഉത്തമമായതിന് നീ എനിക്ക് പ്രതിഫലം പകരമായി നൽകണമേ എന്ന് പ്രാർത്ഥിച്ച ഉമ്മു സലമയുടെ പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ടു. അന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന, അല്ല ഇന്നേ വരെ, ഇനി ലോകാവസാനം വരെ അബൂ സലമയേക്കാൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വത്തെ പടച്ച റബ്ബ് പകരം നൽകി. ആ ഉമ്മു സലമയുടെ പ്രാർത്ഥനക്ക് ഭർത്താവായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് ഇത്രമാത്രം ഉന്നതമായ സ്വഭാവത്തിനുടമ, സ്വർഗത്തിലേക്ക് ആദ്യമായി കാലെടുത്തു വെക്കുന്ന ആ വ്യക്തിത്വത്തെ ഉമ്മു സലമയുടെ തുറന്ന മനസ്സുമായി പ്രാർത്ഥന, നാഥ അബൂ സലമയേക്കാൾ ഉത്തമനായവൻ ആരുണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ? അതുകൊണ്ട് വിശ്വാസികൾക്ക് വേദനകളും യാതനകളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി, റബ്ബേ ഈ പ്രയാസത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ, വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, നീ എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായതിനെ പകരം നൽകണമേ എന്ന്. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമായി നമ്മൾ കാണുന്നുണ്ട്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഈ രംഗത്തെല്ലാം ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ക്ഷമയോടെ അവധാനതയോടെ നോക്കിക്കാണാനും പടച്ച റബ്ബ് പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുവാനും മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും കൂടുതൽ പടച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് പദവി വർദ്ധിക്കപ്പെടാനും ഈ ക്ഷമയും അവധാനതയും സഹനവും നമുക്ക് കാരണമായി തീരുമെന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹ് പറഞ്ഞത്, അതേ വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം, അത് നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. ഒരു പരീക്ഷണത്തിൻ്റെ ഒരു മുഖമാണ് നമ്മൾ കണ്ടത്, ഭയം നൽകിക്കൊണ്ടുള്ള പരീക്ഷണം. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഈ അർത്ഥത്തിലുള്ള ശക്തമായ ശത്രുത, അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ശക്തമായ ഭയങ്ങൾ എത്രത്തോളം എന്നാൽ അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഹിജറ 5-ാം വർഷം 10,000-ത്തിലധികം വരുന്ന സഖ്യകക്ഷികൾ, ശത്രുക്കൾ, ഖുറൈശികൾ, അതേപോലെ തന്നെ മദീനയുടെ ചുറ്റുമുള്ള ഗോത്ര സമൂഹങ്ങൾ, അതോടൊപ്പം തന്നെ മദീനയിൽ താമസിച്ചിരുന്ന ജൂതന്മാരടക്കം ഈ പറയുന്ന മുശ്രിക്കുകളുടെ കൂടെ കൂടി 10,000-ത്തിലധികം വരുന്ന ശത്രുക്കൾ മദീന വളഞ്ഞു. മുനാഫിക്കുകൾ മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് മുസ്ലിങ്ങളുടെ ആത്മധൈര്യത്തെ നശിപ്പിക്കുവാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. മുസ്ലിങ്ങളുമായി കരാറിലേർപ്പെട്ട ബനു ഖുറൈള, ബനു ഖൈനുഖായിനെ പോലെയുള്ള ആളുകൾ കരാറ് ലംഘിച്ച് മുസ്ലിം സ്ത്രീകളെയും മുസ്ലിം കുട്ടികളെയും അടിമകളാക്കാനുള്ള ശ്രമങ്ങളും തന്ത്രങ്ങളും നടത്തിയ സമയത്ത് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുസ്ലിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ആ സംഭവത്തെക്കുറിച്ച് അല്ലാഹ് പറയാൻ, അല്ലാഹു സംസാരിക്കുകയാണ്. ആ അനുഭവത്തെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞു, ഇത് ജാഊകും മിൻ ഫൗകികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഅത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതളന്നൂന ബില്ലാഹി ളനൂന. മുകളിൽ നിന്നും താഴ്ഭാഗത്തു നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ശത്രുക്കൾ നിങ്ങളിലേക്ക് ഇരമ്പി വന്ന സമയം, നിങ്ങളുടെ കണ്ണുകൾ പരസ്പരം തെറ്റിപ്പോയ സമയം, കണ്ണുകൾ തെന്നിപ്പോയി, മാത്രമല്ല നിങ്ങളുടെ ഹൃദയങ്ങൾ ഭയപ്പാടുകൊണ്ട് തൊണ്ടയിലേക്ക് വന്ന സമയം. അല്ലാഹ് പറയാൻ, ഭയപ്പാടുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് വന്ന സമയം. എന്നിട്ട് റബ്ബ് പറയണം, വതളുന്നൂന ബില്ലാഹി ളുനൂന, പടച്ച റബ്ബിനെ പറ്റി ചില ധാരണകൾ പോലും നിങ്ങൾ ധരിച്ചുപോയി. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവില്ലേ, ഇപ്പോൾ കിട്ടുമോ എന്നുവരെ വിശ്വാസികൾക്ക് തോന്നുന്ന അത്രമാത്രം ശക്തമായ പരീക്ഷണം. ആർക്ക്? മുഹാജിറുകൾ, അൻസാരികൾ, ബദറിലും മുഹദിലും ഉറച്ചു നിന്ന വ്യക്തിത്വങ്ങൾ, ആദർശ ബോധത്തിൻ്റെ ഉജ്ജ്വലമായ മാതൃകാരൂപങ്ങൾ അല്ലേ? എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഹുനാലിക ബുതുലിയൽ മുഅ്മിനീൻ വസുൽസിലു സിൽസാലൻ ശദീദ, അവിടെ വെച്ച് ഞാൻ വിശ്വാസികളെ പരീക്ഷിച്ചു. എന്നിട്ട് അല്ലാഹ് പറയണത്, അവർ കിട്ടുകിട്ടാ വറച്ചു എന്നാണ് പടച്ച റബ്ബ് പറഞ്ഞത്. അവർ കിട്ടുകിട്ടാ വറപ്പിക്കപ്പെട്ട അത്രമാത്രം പരീക്ഷണം. പക്ഷേ
തങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രു സൈന്യം ഇരമ്പി വരുന്ന സമയത്ത് വിശ്വാസികളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു, വലമ്മാ റഅൽ മുഅ്മിനൂന അൽ-അഹ്സാബ, ഞങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളെ നശിപ്പിക്കാൻ ആ വലിയ സംഘം കടന്നു വന്നപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂല, ഇത് അല്ലാഹുവിൻ്റെ അവൻ്റെ പ്രവാചകന്റെ വാഗ്ദാനമാണ്. വസദഖല്ലാഹു വറസൂലു, അവൻ പടച്ച റബ്ബ് അവൻ്റെ വാഗ്ദാനം സത്യപ്പെടുത്തുകയാണ് പ്രവാചകനും. എന്നിട്ട് അവർ പറഞ്ഞത് വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ, ആ വലിയ സൈന്യത്തെ കണ്ടപ്പോൾ അവരുടെ പ്രതികരണം അവർക്ക് ഈമാൻ കൂടി എന്നാണ്. അവരുടെ അർപ്പണ ബോധവും കൂടി. തകർന്ന് പിന്നിലേക്ക് ഓടിപ്പോവുകയല്ല ചെയ്തത്. ഇതുകൂടി കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഉറച്ചു നിന്നാൽ, എല്ലാ അർത്ഥത്തിലും ഉറച്ചു നിന്ന് മുന്നോട്ട് കുതിച്ചാൽ പടച്ച റബ്ബിൻ്റെ വാഗ്ദാനമുണ്ട് എന്ന തിരിച്ചറിവും പ്രവാചകന്റെ വാഗ്ദാനം സത്യമാണ് എന്ന തിരിച്ചറിവോടുകൂടെ ഉറച്ചു നിന്നപ്പോൾ അവർക്ക് ഈമാൻ കൂടി, അവർക്ക് അർപ്പണ ബോധമുള്ളവരായി തീർന്നു എന്ന് ഖുർആൻ 33-ാം അധ്യായം അഹ്സാബിൻ്റെ 22-ാമത്തെ വചനത്തിൽ പറഞ്ഞു. എന്നിട്ടല്ല മുൻഗാമികളായ ആളുകൾ അനുഭവിച്ച വേദനകളെ, യാതനകളെ, പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞത് കിടുകിട വറപ്പിക്കപ്പെട്ടിട്ടുണ്ട് പരീക്ഷണങ്ങൾ കൊണ്ട് മുൻഗാമികൾ. എന്നിട്ടും അവരല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അതെ, പടച്ചറബിൻ്റെ മാർഗത്തിൽ ഈ രീതിയിലുള്ള ഭയപ്പാടുകളും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുമ്പോൾ ആ രംഗത്തെല്ലാം അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമയോടെ, അവധാനതയോടെ ഉറച്ചു നിൽക്കാനും മുന്നോട്ട് നീങ്ങാനും വിശ്വാസികളായ മുൻഗാമികൾക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ നിന്ദ്യരാക്കാൻ, മുസ്ലിങ്ങളെ ഒന്നും കൊള്ളാത്തവരാക്കാൻ, മുസ്ലിങ്ങളെ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, ഇസ്ലാമിനെ സമൂഹത്തിൽ വികൃതമായി ചിത്രീകരിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ വിശ്വാസികൾക്ക് പടച്ചറബിൻ്റെ ഒരു ആശ്വാസവചനമുണ്ട്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുർബലരാകേണ്ടതില്ല, നിങ്ങൾ വ്യസനിക്കുകയും വേണ്ട. വിശ്വാസികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തമർ. വിശുദ്ധ ഖുർആന്റെ 3-ാം അധ്യായം ആല ഇംറാന്റെ 139-ാമത്തെ വചനം. നിങ്ങൾ എന്തിനു വ്യസനിക്കണം, നിങ്ങൾ എന്തിനു ദുഃഖിക്കണം? നിങ്ങൾ വിശ്വാസികളാണോ എങ്കിൽ നിങ്ങൾ തന്നെ ഉത്തമരെന്നുള്ള പടച്ചറബിൻ്റെ ആശ്വാസവചനങ്ങൾ നാം മനസ്സിലാക്കണം. അതെ, ഈ രംഗത്തുള്ള പടച്ചറബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭയം കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ ഉറച്ചു നിൽക്കാനുള്ള സന്മനസ്സുണ്ടാകണം. ഈ ആശ്വാസവചനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. ഇനി പടച്ചറബ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾക്ക് ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകാം, അമ്ന് തരാം. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം. അതെ, വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതലാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബദൂനനി വലാ യുശ്രികൂന ബി ശൈഅ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഖുർആനിൽ 24-ാം അധ്യായം സൂറത്തുൻ നൂറിന്റെ 55-ാമത്തെ വചനം. വിശ്വാസമുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് പടച്ചറബിന്റെ വാഗ്ദാനം. ഷിർക്കൻ ചിന്തകൾ വെച്ച് പുലർത്തുന്ന, ഷിർക്കൻ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന, ബിദ്അത്തൻ ആചാരങ്ങൾ വെച്ച് പുലർത്തുന്ന, പടച്ചറബിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്കല്ല റബ്ബിന്റെ വാഗ്ദാനം. യഥാർത്ഥ മുഅ്മിനുകൾക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലുള്ള കർമ്മത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹിയുള്ള ആളുകൾക്ക് പടച്ചറബിന്റെ വാഗ്ദാനം, നിങ്ങളുടെ മുൻഗാമികൾക്ക് ഈ ഭൂമിയിൽ സ്വാധീനം നൽകിയതുപോലെ നാം നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ ഭയപ്പാടിന് ശേഷം നിങ്ങൾക്ക് നാം നിർഭയത്വം നൽകാം. നിങ്ങൾ പടച്ചറബ് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട മതത്തിൽ നിങ്ങൾക്ക് സ്വാധീനം നൽകാം. എന്തു വേണം? എന്നെ ആരാധിക്കണം, എന്നെയല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത്. ഈ അടിസ്ഥാന ആശയത്തിലേക്ക് കടന്നു വരുന്നു എങ്കിൽ മാത്രമേ ഈ ഭൂമി ലോകത്ത് മുസ്ലിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകുകയുള്ളൂ. എന്തേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണം. ശിർക്കിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കണം. ബഹുദൈവ ചിന്തകളിൽ നിന്ന്, അതുമായി ബന്ധപ്പെട്ട ശവകുടീര ആരാധനകളിൽ നിന്ന്, അതുമായി ബന്ധപ്പെട്ട ആൾദൈവങ്ങളെയും തങ്ങന്മാരെയും ബീവിമാരെയും സന്ദർശിച്ചുകൊണ്ട് തൻ്റെ മനസ്സിൻ്റെ താല്പര്യങ്ങളെ പടച്ചറബിന് സമർപ്പിക്കുന്നതിന് പകരം വ്യക്തികളിലേക്ക്, ശക്തികളിലേക്ക്, പുണ്യാത്മാക്കളിലേക്ക്, പുണ്യ വ്യക്തിത്വങ്ങളിലേക്ക്, പുണ്യരൂപങ്ങളിലേക്ക് സമർപ്പിക്കുന്ന വികലവും പിഴച്ച ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം, നിങ്ങൾക്ക് അമ്ന് തരാം ഈ ലോകത്ത്. എന്തു വേണം? നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നോട് യാതൊരു വ്യക്തിയെയും ശക്തിയെയും നിങ്ങൾ പങ്കുകാരെ ചേർക്കരുത് എന്ന റബ്ബിൻ്റെ സന്തോഷ വാർത്ത. പടച്ചറബിൻ്റെ വാഗ്ദാനം. ഈ വാഗ്ദാനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നേരത്തെ പറഞ്ഞ അഹ്സാബിൽ ആ വലിയ സഖ്യകക്ഷികളെ കണ്ടിട്ട് പോലും വിശ്വാസികൾ ഉറച്ചു നിന്നത്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. പടച്ചറബാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഉറച്ചു നിന്നാൽ ശുദ്ധ ഏകദൈവാരാധനയുടെ ഭാഗമായി മുഹമ്മദ് റസൂലുള്ളാഹി അനുസരിച്ച് ജീവിതം പരിവർത്തിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ ചരിത്രത്തിൽ കണ്ടു, അവരനുഭവിച്ചു. നമുക്കും റബ്ബിൻ്റെ വാഗ്ദാനം അമ്നുണ്ടാകണമെങ്കിൽ
ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് കടന്നു വരണം. മുസ്ലിം ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാവുക? എങ്ങനെയാണ് മുസ്ലിം മനസ്സുകൾ ഇണക്കി ചേർക്കപ്പെടുക? വ്യത്യസ്ത ചിന്തകൾ, ശിർക്കനാചാരങ്ങൾ, ബിദ്അത്തൻ ചിന്തകൾ, പല പല വീക്ഷണങ്ങൾക്ക് പിന്നാലെ കുതറിയോടുന്ന ആളുകൾ ഖുർആനും സുന്നത്തും പ്രമാണമായി അംഗീകരിക്കുന്നതിന് പകരം വ്യത്യസ്തങ്ങളായ ചിന്തകളിലേക്കും ചവർ ഗ്രന്ഥങ്ങളിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ എങ്ങനെ മുസ്ലിം മനസ്സുകളിൽ ഇണക്കമുണ്ടാകും? അതേ, പണ്ട് അൻസാരികളായ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടായത് ലാ ഇലാഹ ഇല്ലല്ലയിലൂടെയാണ്. എന്നിട്ട് പടച്ചറബ് മുഹമ്മദിനോട് പറഞ്ഞത്, നീ വിചാരിച്ചാൽ അവരുടെ മനസ്സുകളെ ഇണക്കി ചേർക്കാൻ നിനക്ക് കഴിയില്ല, നാമാണ് ഇണക്കി ചേർത്തത്. അങ്ങനെ ഇണക്കപ്പെടാനുള്ള കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പരകോടി മുസ്ലിങ്ങളുടെ മനസ്സുകൾ ഇണക്കപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ല വേണം. അതല്ലാതെ കേവലമായി മുസ്ലിങ്ങളെ ഇണക്കി ചേർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ആ ഇണക്കത്തിന് ദീർഘായുസ് ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സന്മനസ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം പടച്ചറബിൻ്റെ സഹായത്തെ. ഈ രീതിയിലുള്ള അമ്നിനെ എന്തു വേണം? ശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് തിരിച്ചു വരിക. മറ്റൊന്ന് അല്ലാഹ് പറഞ്ഞു, വൽ ജൂ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വിശപ്പ്, എത്ര ദിവസം വിശന്നിരിക്കാൻ പറ്റും നമുക്ക്? നമ്മൾ നോമ്പെടുക്കുന്നവർ വൈകുന്നേരം നോമ്പിൻ്റെ സമയമായാൽ റസൂലുള്ളാഹി പറഞ്ഞു, ധൃതി കൂട്ടാൻ നിങ്ങൾ നോമ്പ് തുറക്കാൻ. ആ സമയത്ത് പെട്ടെന്ന് ഉത്തരം കിട്ടും പ്രാർത്ഥിച്ചാൽ. പ്രവാചകൻ്റെ നിരവധി നിർദ്ദേശങ്ങൾ തുടരെയായി നോമ്പെടുക്കാൻ റസൂലുള്ളാഹി അനുവദിച്ചില്ല. മറിച്ച് അത്രയും നിർബന്ധമാണെങ്കിൽ ഒന്നരാടം റസൂലുള്ളാഹി അനുവദിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, വിശന്നിട്ട് എത്ര ആഴ്ചകൾ നമുക്ക് ഇരിക്കാൻ കഴിയും? എത്ര ദിവസങ്ങൾ ഇരിക്കാൻ കഴിയും? ഭക്ഷണമില്ലാതെ, ഒരു ഈത്തപ്പഴം പോലും ഇല്ലാതെ എത്ര ദിവസം നമുക്ക് തള്ളി നിൽക്കാൻ കഴിയും? എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബ് അബീ താലിബിൽ ആ പ്രവാചകനും മുസ്ലിങ്ങളും ഉപരോധിക്കപ്പെട്ടപ്പോൾ 3 മാസത്തിലധികം നമ്മൾ മനസ്സിലാക്കണം, ആ രംഗത്ത് ഈ രീതിയിലുള്ള ശക്തമായ ഈ രീതിയിലുള്ള വിശപ്പ് അനുഭവിച്ചവരാണവർ, പട്ടിണി അനുഭവിച്ചവർ. എത്രത്തോളം എന്നാൽ അവിടെ പ്രവാചകന്റെ കൂടെ ജീവിച്ച ശഅബ് അബീ താലിബിലെ പട്ടിണിയുടെ പരിവർത്തനത്തിൻ്റെ വേദനയും യാതനയും അനുഭവിച്ചറിഞ്ഞ സഹാബിവര്യന്മാർ പറഞ്ഞത്, ഞങ്ങൾ അവിടെ തിന്നത് മരുഭൂമിയിലെ പച്ചിലകളായിരുന്നു. ഒട്ടകങ്ങളും ആടുകളും തിന്നുന്ന പച്ച ഇലകളും കള്ളിച്ചെടികളും മറ്റും തിന്ന് ഞങ്ങൾ ആടുകളെ പോലെ കാട്ടിച്ചിരുന്നു എന്നാണ്. അത്രമാത്രം. ഒരു സഹാബി പറയുന്നത്, ഇരുട്ടത്ത് വിശപ്പിൻ്റെ കാഠിന്യം സഹിക്കവയ്യാതെ ഞാൻ എഴുന്നേറ്റ് നടന്നു. ആ സമയത്ത് എൻ്റെ കാലിൽ എന്തോന്ന് തട്ടി. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഞാനതെടുത്ത് തിന്നു. അതെന്തിൻ്റെയും മരത്തിൻ്റെ വേരാണോ അതോ തോൽസഞ്ചിയാണെന്ന് പോലും എനിക്കറിയില്ല. അത്രമാത്രം വിശപ്പ് അനുഭവിച്ച മുൻഗാമികൾ ആഴ്ചകളല്ല, മാസങ്ങളോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇത് അനുഭവിച്ചു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ, ഖന്തക്ക് കിടങ്ങു കുഴിക്കുമ്പോൾ വിശപ്പ് സഹിക്കവയ്യാതെ ആരോഗ്യം വേണം, ഭക്ഷണം വേണം, എന്നാലേ വലിയ കിടങ്ങു കുഴിക്കാൻ പറ്റൂ. പക്ഷേ സഹാബി വര്യന്മാർക്ക് ഭക്ഷണമില്ല, നേരത്തിനില്ല, ഈത്തപ്പഴം വളരെ കുറച്ച്, വെള്ളം പോലും അവർ പരസ്പരം സഹകരിച്ചു കുടിച്ചിരുന്നു. ആ സമയത്ത് വിശപ്പിൻ്റെ കാഠിന്യം സഹിക്കാതെ കല്ല് കെട്ടിക്കൊണ്ട് ആ ഖന്തക്ക് കുഴി കുടിച്ച ആ മഹാവ്യക്തിത്വങ്ങൾ. പ്രവാചകന്റെ വസ്ത്രം പൊക്കി നോക്കിയപ്പോൾ 2 കല്ല്. മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റത്ത് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന പടച്ചറബ് സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഉത്തമനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കല്ല് കെട്ടിയിട്ട് കുഴി വെട്ടാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ കൂടെ കൂടിയെങ്കിൽ ആ പ്രവാചകൻ അനുഭവിച്ച വിശപ്പിന്റെ പട്ടിണിയുടെ പരിവർത്തനത്തിന്റെ ഏതെങ്കിലും ഒരവസ്ഥ ഇക്കാലം അത്രയും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ വീട് മാസങ്ങളോളം അടുപ്പ് പുകയാത്ത അവസ്ഥ. നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറഞ്ഞത്, രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടു ജോലി ചെയ്തിരുന്നു. സഹാബത്ത് ചോദിച്ചു, നിങ്ങൾക്ക് വിളക്ക് കത്തിച്ചിട്ട് ജോലി ചെയ്യാമായിരുന്നില്ലേ എന്ന്. ഉമ്മ പറഞ്ഞത്, നിനക്കറിയോ, ഞങ്ങൾക്ക് വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളിത് കുടിക്കുമായിരുന്നു. അത്രമാത്രം എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കുടിക്കായിരുന്നു. മാസങ്ങളായി ആ ഉമ്മമാർ കടിച്ചിട്ട്. നമ്മൾ മനസ്സിലാക്കണം, അൻസാരികളായ സഹാബ വനിതകൾ കൊടുക്കുന്ന ആട്ടിൻ്റെ പാലും ഉണക്കക്കാരക്കീയമായിരുന്നു പലപ്പോഴും നമ്മുടെ ഉമ്മമാർക്കും പ്രവാചകനും ആശ്വാസമായിരുന്നത്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സദസ്സ് ദരിദ്രനായ പട്ടിണിക്കോലൻ നബിൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, വിശപ്പ് സഹിക്കാൻ വയ്യ, എന്തെങ്കിലും നിങ്ങൾ തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശപ്പിൻ്റെ പട്ടിണിയുടെ അവസ്ഥ മനസ്സിലാക്കിയ റസൂലുള്ളാഹി ചാടി എഴുന്നേറ്റ് വീട്ടിൽ പോയി. ആ വീട്ടിൻ്റെ എല്ലാ ഭാഗവും തിരഞ്ഞു. ഒരു ഉണക്കക്കാരക്ക പോലും, ഒരു ആട്ടിൻ്റെ പാൽ, ഒരു ചെറിയൊരു കപ്പിൽ പോലും, ഒരു ഈത്തപ്പഴ പോലും, ഒരു ഉണക്ക ഖുബ്സ് പോലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലില്ലാതെ പ്രവാചകന് തലതാഴ്ത്തി തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ വിശപ്പിന് ശമനം നൽകാൻ മുഹമ്മദിൻ്റെ വീട്ടിൽ ഒന്നുമില്ല. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം?
ആരാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പ്രവാചകന്റെ ആ പായയിൽ കിടന്ന് പ്രവാചകന്റെ ശരീരത്തിലെ അടയാളങ്ങൾ കണ്ട ഇസ്ലാമിക ലോകത്തെ ഉന്നതനായ വ്യക്തിത്വം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ പോലും നിറഞ്ഞൊഴുകി. നബിയെ, എന്താ അത്? കാണാനാവുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ ആ വീട് നിന്നാൽ തലമുട്ടും. ഈത്തപ്പന തടികളും ഈത്തപ്പനന്റെ ഓലയും മണ്ണും കൊണ്ടുണ്ടാക്കിയ ചുമരുകളിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഈത്തപ്പന ഓലയും ചകിരിയും കൊണ്ട് നെയ്തുണ്ടാക്കിയ ചെറിയ തലയണയിലായിരുന്നു പ്രവാചകൻ ചാരിയിരുന്നത്. നോക്കി, വിശപ്പ് കൊണ്ടുള്ള ഈ രീതിയിലുള്ള അവസ്ഥകളിലെല്ലാം തന്നെ ഉറച്ചു നിന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, മുൻഗാമികളായ സഹാബിവര്യന്മാർ, എന്നിട്ട് പോലും പടച്ച റബ്ബിനോട് ഒരു പരിഭവം, നിന്റെ മഹാനായ പ്രവാചകനായിട്ട് പോലും എന്തേ നീ എനിക്കൊന്നും സൗഭാഗ്യം തരാത്തത് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ഒരു പരാതി ആ മനസ്സിൽ നിന്നുണ്ടായിട്ടില്ല. മുഹാജിറുകളെല്ലാം വേദനകളും യാതനകളും അനുഭവിച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയത്. ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല ചില മുഹാജിറുകൾക്ക്. തോൽസഞ്ചിയിൽ കുറച്ച് വെള്ളവും യാത്രാവാഹനവും പോലില്ലാതെ തളർന്ന് പലപ്പോഴും മരുഭൂമിയിൽ തളർന്നു വീഴുന്ന അവസ്ഥകൾ പോലും ഉണ്ടായിട്ട് എന്നിട്ടും അവർ മദീനയിലെത്തി. അവിടെ എത്തുമ്പോൾ ആരാരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ അൻസാരികൾ അവരെ സഹായിച്ചു. ആ തുടക്ക കാലഘട്ടം, ഹിജറയുടെ കാലഘട്ടം, അപ്പോഴെല്ലാം തങ്ങളുടെ പ്രയാസങ്ങളിൽ, പട്ടിണിയിൽ, വിശപ്പിൽ ഒതുങ്ങി നിൽക്കാൻ, പടച്ചറബിനോട് പ്രാർത്ഥിക്കാൻ ഒരു പരാതിയും അവരുടെ മനസ്സിൽ നിന്നുണ്ടായിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് മോശമായ ഒരു ചിന്ത പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം പടച്ചറബ് പറയുകയാണ്, ഇതേ അവസ്ഥ നമ്മളുമായി തട്ടിച്ചു നോക്കുക. പടച്ചറബിന്റെ പരീക്ഷണമുണ്ടായി, നമ്മുടെ ഉപജീവന മാർഗം എന്ന് ചുരുങ്ങിയാൽ ഫയഖൂലു റബ്ബി അഹാനൻ, പടച്ചറബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന് ചില ആളുകൾ പറയും. ഒരല്പം ഒന്ന് പരീക്ഷിച്ചാൽ എന്നെ അപമാനിച്ചു എന്നായിരിക്കും ഈ ആളുകൾ പറയുക. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം, അവര് യതീമുകളെ ആദരിക്കുന്നില്ല. വലാ തഹാളൂന അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തിൽ അവർ പ്രോത്സാഹനം കാണിക്കണില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരുത്തം കൊടുക്കുമ്പോൾ ഒന്ന് കൊടുത്തൂടെ എന്ന് പോലും പറയാൻ മടിക്കുന്ന ആളുകൾ, കൊടുക്കാതെ മാറി നിൽക്കുന്നവനോട് എന്തെങ്കിലും കൊടുത്തൂടെ ആ യത്തീമിന്, ആ സാധുവിന് എന്ന് പറയാൻ മടിക്കുന്ന ആളുകൾ, തടയുന്ന ആളുകൾ. എന്നാൽ മുൻഗാമികളായ സഹാബിവര്യന്മാർ അങ്ങനെയായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നബിയുടെ മുന്നിൽ ഒരു പട്ടിണിക്കോലം വന്നപ്പോൾ ഒന്നുമില്ല മുഹമ്മദിന്റെ വീട്ടിൽ നിനക്ക് ആശ്വാസം നൽകാനെന്ന് തല താഴ്ത്തി പറഞ്ഞ പ്രവാചകൻ സഹാബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ആരുണ്ട് ഈ സഹോദരന്റെ വിശപ്പിന് ആശ്വാസം നൽകാൻ? തൽഹാറിൽ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ കൊടുക്കാം. കൂട്ടിച്ചെന്നു ഈ അതിഥിയായ ഈ പട്ടിണി പാവത്തെ ഭാര്യയോട് പറഞ്ഞു, ഭക്ഷണം എടുക്ക്. ഭാര്യ പറഞ്ഞു, ആകെ കുറച്ചുള്ളൂ, കുട്ടികൾക്ക് വെച്ച ഭക്ഷണമാണ്. ഇല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് പ്രതിഫലം നേടാനുള്ള അവസരം പെട്ടെന്ന് തയ്യാറാക്കുക. കുട്ടികളെ നേരത്തെ കുട്ടി കിടത്തി ഉറക്കുക. ആ മഹദി തൻ്റെ 2-3 കുട്ടികളെ ഭക്ഷണം കൊടുക്കാതെ ആ കുട്ടികളെ നേരത്തെ കിടത്തി ഉറക്കി. എന്നിട്ടത് പാകം ചെയ്ത് 2 പാത്രങ്ങളിലാക്കി, ഒന്ന് ത്വൽഹയുടെ, ഒന്ന് ഈ അതിഥിയുടെ മുന്നിൽ വെച്ചു. ആ സമയത്ത് ത്വൽഹ പറഞ്ഞത്, ഞങ്ങൾ ആ പാത്രത്തിലേക്ക് കൈയിടുമ്പോൾ അതേ നീ ചുമരിലുള്ള വിളക്ക് കെടുത്തണം, ഇരുട്ടാവണം. അങ്ങനെ ഇരുട്ടാവുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ സഹായിക്കാൻ കഴിയും. എന്താണ് ആ മഹാവ്യക്തിത്വം ചെയ്തത്? ആ വിളക്ക് കെട്ട സമയം ആ ഇരുട്ടിൻ്റെ മറവിൽ തൻ്റെ മുന്നിൽ വെച്ച പാത്രത്തിലെ ഭക്ഷണം തൻ്റെ അതിഥിയായ പട്ടിണിക്കാരൻ്റെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് അദ്ദേഹം പൂർണ്ണമായി തൻ്റെ ഭക്ഷണം മുഴുവൻ അദ്ദേഹത്തിന് കൊടുത്തു. തനിക്ക് വിശപ്പുണ്ട്, തൻ്റെ പ്രിയതമക്ക് വിശപ്പുണ്ട്, തൻ്റെ 2-3 കുട്ടികൾ വിശന്നുകൊണ്ടാണ് അവർ കിടന്നുറങ്ങിയത്. എന്നിട്ട് പോലും ആ പട്ടിണിക്കോലത്തിൻ്റെ വിശപ്പിനെ പരിഗണിച്ച ഈ സംഭവത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ലഖദ് അജബല്ലാഹു അസ്സ വജല്ല മിൻ ഫുലാനിൻ വഫുലാന, ഇന്നവളുടെ കർമ്മം കണ്ട് പടച്ച റബ്ബ് ചിരിച്ചിരിക്കുന്നു, അല്ലാഹ് സന്തോഷിച്ചിരിക്കുന്നു, അല്ലാഹ് അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രതികരിച്ചു. നോക്കി, അല്ലാഹുവിനെ സന്തോഷിപ്പിക്കുവാൻ മാത്രം, അല്ലാഹുവിനെ ചിരിപ്പിക്കുവാൻ മാത്രം ഈ രംഗത്ത് നിസ്വാർത്ഥതയുടെ പ്രതിരൂപങ്ങളായിരുന്നു ഈ മഹാവ്യക്തിത്വങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരാണോ മനസ്സിന്റെ സ്വാർത്ഥതയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നവൻ അവനാണ് വിജയം നേടിയവനെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവർക്കുള്ള പ്രചോദക ഘടകം എന്ത്? സ്വന്തം വീട്ടിൽ പട്ടിണി, തൻ്റെ വീട്ടിൽ പ്രയാസമുണ്ട്, വിശപ്പിൻ്റെ കാഠിന്യമുണ്ട്, എന്നിട്ട് പോലും മറ്റുള്ളവരെ പരിഗണിക്കുവാനുള്ള ഈ മനസ്സ്. നിങ്ങൾക്കറിയോ, യർമൂക്കിൻ്റെ യുദ്ധവേളയിൽ ശത്രുവിൻ്റെ വെട്ടേറ്റ് പിടഞ്ഞു മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന, ശരീരത്തിന് രക്തം ചീറി ഒഴുകുന്ന സഹാബി വെള്ളത്തിന് വേണ്ടി കേഴുമ്പോൾ ഒരു സഹാബി ഓടിച്ചെന്ന് നോക്കുമ്പോൾ
തൻ്റെ പിതൃവ്യൻ്റെ മകനാണ്. അദ്ദേഹത്തിന് തോൽസഞ്ചിയിൽ വെള്ളം വായിലൊഴിച്ചു കൊടുക്കാമെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വേണ്ട, അപ്പുറത്ത് വെള്ളത്തിന് വേണ്ടി കുറെ നേരമായി ഒരു മുസ്ലിം സഹോദരൻ കേണപേക്ഷിക്കുന്നു, അദ്ദേഹത്തിന് കൊടുത്തിട്ട് മതി എനിക്കൊരിറ്റു വെള്ളം. രണ്ടാമനിലേക്ക് ഓടുകയാണ് ഈ സഹാബി. ചുട്ടുപൊള്ളുന്ന ഈ മണൽക്കാട്ടിൽ യുദ്ധമുഖരിതമായ ആ അന്തരീക്ഷത്തിൽ രണ്ടാമനിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വെള്ളം എനിക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഇപ്പോൾ വേണ്ട, അതാ അങ്ങകലെ എന്നേക്കാൾ മുമ്പ് വെള്ളത്തിന് വേണ്ടി അപേക്ഷിച്ച സഹോദരനുണ്ട്, അവന് കൊടുത്തിട്ട് മതി എന്ന. ഓടുകയാണ് മൂന്നാമനിലേക്ക്. പക്ഷേ മൂന്നാമനിലെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. രണ്ടാമനിലേക്ക് മരണത്തെ മുൻകൂട്ടി കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രണ്ടാമനിലേക്ക് അടുത്തു വരുമ്പോഴേക്കും അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞു. ആദ്യം തന്നോട് വെള്ളം ചോദിച്ച വ്യക്തിക്ക് നൽകാമെന്ന ആഗ്രഹത്തോടെ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളും നിശ്ചലമായിരിക്കുന്നു. മരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും വെള്ളം കുടിക്കുവാനുള്ള വല്ലാത്ത ആഗ്രഹമുണ്ടായിട്ട് പോലും തൻ്റെ സഹോദരൻ്റെ വരണ്ട ധരങ്ങളെ നനപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞെങ്കിൽ പടച്ച റബ്ബേ അതായിരിക്കും നാളെയുടെ ലോകത്ത് പുണ്യകരമെന്ന് മനസ്സിലാക്കിയ സഹാബത്ത് അല്ലാഹ് പറഞ്ഞത്, ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങളുടെ നന്ദി ലഭിക്കാനല്ല, നിങ്ങളുടെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് പടച്ച റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. നാളെ മുഖങ്ങൾ ചുക്കിച്ചുളിയുന്ന ദുസ്സഹമായ ഒരു ദിവസം വരാനുണ്ട്. നാളെയുടെ ലോകം, വിചാരണ, പടച്ച റബ്ബിന്റെ ശിക്ഷ, അതിന് ഞങ്ങൾക്ക് ഭയമാണ്. അതുകൊണ്ട് റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളിതാ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു, നിങ്ങളെ കുടിപ്പിക്കുന്നു. നിങ്ങളുടെ നന്ദി വചനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ പ്രതിഫലവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ. റബ്ബേ നീ കാണണമേ, നീ പരിഗണിക്കണമേ എന്ന വിശാലമായ മനസ്സിനുടമകളായിരുന്നു മുൻഗാമികൾ. വിശപ്പുണ്ടാകുന്ന സമയത്ത് പോലും മറ്റുള്ളവരെ പരിഗണിക്കാൻ തയ്യാറായ അവസ്ഥയിൽ പരീക്ഷണങ്ങളിൽ വിജയിച്ച വ്യക്തിത്വങ്ങൾ. ഈ പരീക്ഷണത്തിൽ അവർ വിജയം അനുഭവിച്ചവരായിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വനഖ്സിൻ മിനൽ അംവാൽ, സമ്പത്ത് കുറച്ചുകൊണ്ട്, സാമ്പത്തിക നഷ്ടം വഴി പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കും. നമ്മൾ മനസ്സിലാക്കണം, സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിൽ വന്നു. അദ്ദേഹം അവിടെ കച്ചവടം നടത്തി, ആവോളം സമ്പത്തുണ്ടാക്കി. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിഞ്ഞു, മനസ്സിലാക്കി. പ്രവാചകനെ കാണാൻ എന്നും രാത്രി ജനങ്ങളെല്ലാം വീടുകളിലേക്ക് കയറിയ സമയത്ത് ഒറ്റക്ക് കടന്നു ചെല്ലും. എന്നിട്ട് പ്രവാചകന്റെ മുന്നിൽ വളരെ വിനയമുള്ള വിദ്യാർത്ഥിയായിരുന്ന് കാര്യങ്ങൾ പഠിക്കും. എന്നിട്ട് പുലർച്ചെ ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ മുന്നിൽ നിന്ന് വീട്ടിലേക്ക് വരും, കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരും. ഓരോ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി, താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ രഹസ്യമായി പലരുടെയും മനസ്സിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന സുഹൈബ്. ആ സമയത്താണ് പടച്ച റബ്ബ് നിർദ്ദേശം, മദീനയിലേക്ക് ഹിജറ പോകണം, പീഡനങ്ങൾ കൂടി മദീനയിലേക്ക് പോകണം. സുഹൈബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ അദ്ദേഹത്തെ തടയാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തും അദ്ദേഹത്തെ ശ്രദ്ധിക്കുവാൻ വേണ്ടി ആളുകളെ നിയോഗിച്ചു. ഒരു ദിവസം രാത്രി അദ്ദേഹം പലതവണ വിസർജനത്തിന് വേണ്ടി മുന്നിൽ വന്നപ്പോൾ നിഷേധികൾ വിചാരിച്ചു ഇയാൾക്ക് ഇന്ന് ആകെ വിസർജനമാണ്, അപ്പം ഇന്ന് എന്തായാലും ഹിജറ പോവില്ല എന്ന് കരുതി നിഷേധികൾ ഉറങ്ങിപ്പോയി. ഈ സമയം നോക്കി സുഹൈബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രക്ഷപ്പെട്ടു. പക്ഷേ കണ്ണു തുറന്ന നിഷേധികൾ, അവർക്ക് അബദ്ധം മനസ്സിലായി. അവർ ചാടിപ്പുറപ്പെട്ടു. വഴിയിൽ വെച്ച് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു. ഹിജറ പോകണമെങ്കിൽ കഴിയില്ല, ഒരിക്കലും നീ ഉണ്ടാക്കിയ സമ്പത്തുമായി ഇവിടം വിടാൻ നിന്നെ അനുവദിക്കില്ല. നീ സമ്പാദിച്ചു കൂട്ടിയ സ്വർണവും വെള്ളിയും ധനങ്ങളുമെല്ലാം ഇവിടെ നിക്ഷേപിച്ചിട്ട് ഇവിടെ തിരിച്ചു നൽകിയാൽ മാത്രമേ നിനക്ക് പോകാൻ പറ്റുള്ളൂ. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും തരാം, പക്ഷേ എൻ്റെ ദീനനുസരിച്ച് എൻ്റെ റബ്ബിൻ്റെ മതത്തിൽ എനിക്ക് മുന്നോട്ട് നടക്കാമല്ലോ, മദീനയിലേക്ക് പോവാമല്ലോ, തീർച്ചയായും നിനക്ക് പോവാം, പക്ഷേ ഒരു നയാ പൈസ പോലും ഇവിടുന്ന് കൊണ്ടുപോകരുത്. സുഹൈബ് റളിയല്ലാഹു പറഞ്ഞു, എല്ലാം നിങ്ങൾ എടുത്തുകൊള്ളുക, എനിക്കെൻ്റെ പ്രവാചകനെ, എനിക്കെൻ്റെ റബ്ബിനെ മതി എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്ര പുറപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹൈബ് താങ്കളുടെ കച്ചവടം ലാഭകരം, താങ്കളുടെ കച്ചവടം ലാഭകരം. ഈമാനിന് പകരമായി കൊണ്ട് സമ്പത്ത് വിറ്റ അങ്ങയുടെ കച്ചവടം ലാഭകരമാണ്. എല്ലാ സമ്പത്ത് നൽകി ഈമാനിനെ സംരക്ഷിച്ച അങ്ങ് നല്ല കച്ചവടമാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ സുഹൈബ് റളിയല്ലാഹു അൻഹു അത്ഭുതം കൊണ്ട് കൂറി, ഞാൻ എത്തുന്നതിന് മുമ്പ് ഒരു മനുഷ്യനും ഇവിടെ എത്തിയിട്ടില്ല, പടച്ച റബ്ബാണോ നിങ്ങൾക്കിത് പറഞ്ഞു തന്നത്? അതെ, അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. നാം മനസ്സിലാക്കണം,
ഈ രംഗത്തുള്ള ശക്തമായ പരീക്ഷണങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് വർഷങ്ങളുടെ സമ്പാദ്യമാണ് ഒരു നിമിഷം കൊണ്ട് വേണ്ട എനിക്കെൻ്റെ റബ്ബ്, എനിക്കെൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ആളുകൾ. ഇവരെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്, ജനങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും അവർ സമർപ്പിക്കും, സ്വന്തം ജീവിതം പോലും സമർപ്പിച്ചവരാണ് അവർ. അല്ലാഹ് പറഞ്ഞത് വല്ലാഹു റഊഫും ബിൽ ഇബാദ്, ഇത്തരം അടിമകളോട് പടച്ച റബ്ബ് ദയാപരനാണെന്നാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം സമ്പത്ത്, ജീവൻ, ജീവിതം മുഴുവനും സമർപ്പിക്കുന്ന എൻ്റെ അടിയാന്മാരോട് ഞാൻ ദയുള്ളവനാണെന്ന് അല്ലാഹ് പരിചയപ്പെടുത്തുമ്പോൾ അവരോടല്ലാതെ പടച്ച റബ്ബ് വേറെ ആരോടാണ് ദയ കാണിക്കേണ്ടത്? ഈ ദയ നമുക്ക് കിട്ടണമെങ്കിൽ ഈ രംഗത്ത് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രംഗത്ത് ഉറച്ചു നിൽക്കാനും റബ്ബിനോട് പ്രാർത്ഥിക്കാനും അവധാനതയോടെ ഉറച്ചു നിൽക്കുവാനുള്ള സന്മനസ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ മനസ്സിലാക്കണം, മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. സമ്പന്നനായി പിറന്നു, ഒന്നുമില്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞ വ്യക്തിത്വം. ഹംസ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. മുസ്അബിൻ്റെ അതേ അവസ്ഥയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹുവിനും അനുഭവിക്കേണ്ടി വന്നത്. എന്നിട്ട് പോലും ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നഷ്ടബോധം അവർക്കുണ്ടായിരുന്നില്ല. അവർ പ്രതീക്ഷിച്ചു ഇതിനേക്കാൾ ഉത്തമമായത് നാളെ പടച്ച റബ്ബിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. നമ്മൾ മനസ്സിലാക്കണം, കേരളക്കരയിലേക്ക് മക്തി തങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട്, മുഹമ്മദ് നബിയെ അപഹസിച്ചുകൊണ്ട്, മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തെ കീറിയെറിഞ്ഞുകൊണ്ട് അന്നത്തെ ക്രൈസ്തവ മിഷണറി പ്രവർത്തകർ നിരവധി പുസ്തകങ്ങൾ ഇറക്കി, നിരവധി ലഘുലേഖകൾ ഇറക്കി. ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ, മുഹമ്മദ് നബിയെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ കയ്യിലുള്ള പണമെല്ലാം മുടക്കി ആ രംഗത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ, മുത്തുനബിയെ പരിചയപ്പെടുത്തിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞ സനാഉല്ലാഹ് മക്തി തങ്ങൾ തൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച് തൻ്റെ സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലവും വീടും മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ പുസ്തകങ്ങളും അച്ചടി ലേഖനങ്ങളും അടിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ട് തൻ്റെ കുടിയിടം പോലും നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളും മഴക്കാലത്ത് അവിടെയുള്ള നാട്ടും പ്രദേശത്തിലെ ചില മരച്ചുവട്ടിൽ അവരവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നു. ഒരാളും അവരെ വീട്ടിലേക്ക് കയറ്റിയിരുന്നില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനാണ്. ഇവൻ കാഫിറാണെന്നും പറഞ്ഞ് പലരെയും അകറ്റി പള്ളിയിൽ പോലും ആ മഹാവ്യക്തിത്വത്തെ സ്ഥാനം നൽകിയില്ല. എന്നിട്ട് പോലും ആ വ്യക്തിത്വം തൻ്റെ കുടുംബവുമായി ഉറച്ചു നിന്നു. അതിലവർ പ്രതീക്ഷിച്ചു പടച്ച റബ്ബിൻ്റെ പ്രതിഫലം. ഇത് നമ്മുടെ കേരളക്കരയുടെ ചരിത്രമാണ്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ പടച്ച റബ്ബ് പറഞ്ഞത്, നിങ്ങളുടെ സമ്പത്തിൽ ഞാൻ പരീക്ഷണം നടത്തും, നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ പരീക്ഷണം നടത്തും. അവിടെ ക്ഷമിക്കുകയും തഖ്വ നിലനിർത്തുകയും ചെയ്താൽ അതാണ് ദൃഢനിശ്ചയമുള്ള കാര്യം. അവർക്കാണ് സന്തോഷ വാർത്ത എന്നുള്ള വിശുദ്ധ ഖുർആനിൻ്റെ സന്തോഷ വാർത്ത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം സഹോദരങ്ങളെ, ജീവിതത്തിൽ കച്ചവട രംഗത്ത് നഷ്ടങ്ങൾ ഉണ്ടാവാം, അതുമായി ബന്ധപ്പെട്ട പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട രംഗങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം. ഈ രംഗത്ത് അവധാനതയോടെ ഉറച്ചു നിൽക്കാനും ആ രംഗത്ത് പടച്ച റബ്ബിൻ്റെ ഈ പരീക്ഷണങ്ങളെ രചനാത്മകമായി നോക്കിക്കാണാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. വളരെ ഗൗരവമാണ് വിഷയം. മറ്റൊന്ന് വൽ അംഫുസ്, അവസാനത്തെ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കണം. പടച്ച റബ്ബ് പറഞ്ഞത് ജീവനഷ്ടം കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, ജീവനഷ്ടം, സ്വന്തം ശരീരത്തെയാണ് പടച്ച തമ്പുരാൻ പരീക്ഷിക്കാൻ എടുക്കുക. അംർ ഇബ്നു ജമൂഹ് എന്ന വ്യക്തി പ്രായമുണ്ട്, വികലാംഗനായ വ്യക്തിത്വം ഉഹദിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിനിടയിൽ ഒറ്റക്കാലിൽ ചാടിക്കൊണ്ടായിരുന്നു പ്രായമുള്ള അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു സത്യനിഷേധികൾക്കെതിരെ പോരാടിയത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് ലക്ഷ്യമിട്ട് വരുന്ന അമ്പുകളെ ത്വൽഹാ റളിയല്ലാഹു അൻഹു തടഞ്ഞതുപോലെ, മുൻഗാമികളായ സഹാബിവരന്മാർ തടഞ്ഞതുപോലെ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവും തൻ്റെ ശരീരം കൊണ്ട് ആ അമ്പുകളെ ഏറ്റുവാങ്ങി. ഒറ്റക്കാലിൽ ചാടി യുദ്ധം ചെയ്യുന്ന ഈ വ്യക്തികളെ ശത്രുക്കൾ വളഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തുരുതുരാ വെട്ടുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടാവുകയും ആ മുറിവുകളിൽ നിന്നെല്ലാം തന്നെ രക്തം ചീറി ഒഴുകുന്ന സമയത്ത് പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ അള്ളാഹു ആ വ്യക്തിയുടെ ശരീരത്തെ പരീക്ഷിച്ചപ്പോൾ അദ്ദേഹം തുറന്ന മനസ്സുമായി നാദാ സമർപ്പിക്കുകയാണ് എൻ്റെ ജീവനെ എന്ന് സമർപ്പിച്ച അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു വികലാംഗനായിട്ട് പോലും അവർക്ക് ഇളവുകളുണ്ട്, യുദ്ധത്തിൽ വരേണ്ടതില്ല. പ്രായമുണ്ട്, അവർക്ക് ഇളവുകളുണ്ട്, നിർബന്ധമില്ല മുസ്ലിം സമൂഹത്തിൽ വികലാംഗരായ ആളുകൾക്ക്, അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾക്ക്. എന്നിട്ട് പോലും
വൈകല്യത്തെ മറന്ന്, തൻ്റെ പ്രായത്തെ മറന്ന് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ശരീരത്തെ സമർപ്പിക്കാൻ സന്നദ്ധരായ വ്യക്തിത്വം അല്ലാഹു പരീക്ഷിച്ചു. അതിൽ വിജയം നേടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു. അതുമായി ബന്ധപ്പെട്ട് പല പല സംഭവങ്ങൾ നമ്മൾ അറിയുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. സഹോദരങ്ങളെ, ആദർശ പ്രബോധന രംഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ, ശിർക്ക് മഹാപരാധമാണെന്ന് പറയുമ്പോൾ, ബഹുദൈവ ആരാധന വെടിയണമെന്ന് പറയുമ്പോൾ, ഈസാ നബിനെ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ, മുഹീദ്ദീൻ ശൈഖിനെ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ, മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ നടത്തരുത് എന്ന് പറയുമ്പോൾ, ഈസാ നബിയെ ഇടനിലക്കാരനായി നിർത്തരുത് എന്ന് പറയുമ്പോൾ, മറിയം ബീവിയെ ഈ രീതിയിൽ ഇടനിലക്കാരായി നിർത്തരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ, ഈ രംഗത്ത് ഉറച്ചു നിൽക്കുമ്പോൾ, ഈ ആദർശ പ്രബോധന രംഗത്തെ പ്രതിസന്ധി ഘട്ടങ്ങളും പ്രയാസഘട്ടങ്ങളും ഉണ്ടാകാം. ഇവിടെ ഉറച്ചു നിൽക്കാൻ, ഇവിടെ സഹനം അവലംബിക്കാൻ, പടച്ച റബ്ബിന്റെ മാർഗത്തിൽ അവധാനതയോടെ രചനാത്മകമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മുടെ ഒറ്റവരുടെയും ഉടയവരുടെയും വേർപാട് ഈ പറയുന്ന വനഖസിം മിനൽ അംവാലി വൽ അൻഫുസ് എന്നതിൽ പെടും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ പ്രവാചകൻ അനുഭവിച്ച മാനസിക വേദന നമ്മൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63-ാമത്തെ വയസ്സുവരെ ജീവിച്ച് ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് എത്രയെത്ര മരണങ്ങൾക്ക് ആ പ്രവാചകൻ സാക്ഷ്യം വഹിച്ചു. ആദ്യം തൻ്റെ പ്രിയതമ, തൻ്റെ കരളിൻ്റെ വാചനമായ ഖദീജ ബീവിയുടെ മരണം നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പേ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പുള്ള പ്രവാചകന്റെ ഉപ്പാന്റെ, പിന്നെ ഉമ്മാന്റെ, പിന്നെ വല്യുപ്പാന്റെ, പിന്നെ ഇത് അബൂ താലിബിന്റെ, അതുമായി ബന്ധപ്പെട്ട് ഖദീജ ബീവിയുടെയും അബൂ താലിബിന്റെയും മരണം അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു. പ്രവാചകനെ മാനസികമായി വല്ലാതെ തളർത്തിയ, വേദനിപ്പിച്ച നിമിഷങ്ങളായിരുന്നു. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രംഗത്ത് പടച്ച റബ്ബിന്റെ ഈ വിധിയെ തുറന്ന മനസ്സുമായി സ്വീകരിച്ച വ്യക്തിത്വം. ആ പ്രവാചകൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകന്റെ ആൺമക്കളെല്ലാം പ്രവാചകന്റെ കൺമുന്നിൽ വെച്ച് മരിക്കുന്നത്. ചെറിയ കുട്ടിയായ ഇബ്രാഹിം വരെ. എന്തിനേറെ, ആ പ്രവാചകന്റെ കൺമുന്നിൽ വെച്ചാണ് ഫാത്തിമ ബീവി ഒഴികെയുള്ള സകല പെൺകുട്ടികളും ഈ ലോകത്തോട് വിട പറയുന്നത്. എന്നിട്ട് പോലും ആ ഉപ്പ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. ആ വല്ലുപ്പാന്റെ മടിയിൽ കിടന്നാണ് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി കണ്ണുകൾ തുറച്ച് പിടഞ്ഞു മരിക്കുന്ന രംഗത്തിന് സാക്ഷ്യം വഹിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ കരയേ, ഇത് കാരുണ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. തൻ്റെ മടിയിൽ കിടന്ന് പേരക്കുട്ടി പടഞ്ഞു മരിക്കുന്ന ഒരു രംഗത്തിന് നമ്മളാണ് സാക്ഷ്യം വഹിക്കുന്നതെങ്കിൽ എന്തുമാത്രം പതറിപ്പോകും നമ്മൾ. ആ സമയത്ത് പോലും റസൂലുള്ളാഹ്, പടച്ച റബ്ബേ, നീ തന്നതാണ് ഈ ജീവൻ, നീ തിരിച്ചു നിൽക്കുമ്പോൾ തടയാനാവില്ല, ക്ഷമിക്കുകയാണ് പരിഹാര മാർഗമെന്ന് തൻ്റെ മകളോട് ഉപദേശിച്ച ആ ഉപ്പയെ, ആ പിതാമകനെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ ആ പ്രവാചകന്റെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഹംസ റളിയല്ലാഹു അൻഹു ക്രൂരമായി കൊല്ലപ്പെടുന്നത്. ചെവികൾ അറുത്തു മാറ്റി, മൂക്കുകൾ മുറിച്ചു മാറ്റി, എന്തിനേറെ നെഞ്ചു പിളർന്ന് താൻ ജീവനേറെ സ്നേഹിക്കുന്ന തൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ആദർശ പ്രബോധന രംഗത്ത് തനിക്ക് താങ്ങും തണലുമായ തൻ്റെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു നെഞ്ചു പിളർന്ന് കരളും മറ്റും ആന്തരിക അവയവങ്ങളെല്ലാം മുറിച്ചു മാറ്റപ്പെട്ട അവസ്ഥയിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞ് പ്രവാചകൻ മുഖത്ത് കൈവച്ച് തിരിച്ചു നോക്കിപ്പോയി നിന്നാൻ മാറിപ്പോയി റസൂലുള്ളാഹി. അല്ലാഹ്, എന്താ അത്? എന്നിട്ട് പോലും ആ പ്രവാചകൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. പടച്ച റബ്ബിനോട് മോശമായ ഒരു വാക്ക് ആ പ്രവാചകന്റെ നാവിന്ന് പുറത്തു വന്നില്ല. അവധാനതയോടെ ഉറച്ചുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒടുവിൽ ഇത്രയധികം മാനസികമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ആ മുത്തുനബി ലോകത്തോട് വിട പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹം അനുഭവിക്കേണ്ടി വന്ന യാതനകൾ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയാതെ 3-4 ദിവസം നബിനെ കാണാൻ കഴിയാത്ത സഹാബികൾ നബിന്റെ വീട്ടിൽ മുന്നിലും ചുറ്റും തടിച്ചുകൂടി നബിനൊന്ന് കാണാൻ, നബിനൊരു നോക്ക് കാണാൻ, എന്നും നബിനെ കാണാൻ. ചില സഹാബിവര്യന്മാർ നബിനെ കാണാൻ തോന്നുമ്പോൾ ഓടി വന്ന് കാണും, എന്നിട്ട് നബിയുമായി സംസാരിക്കും, തിരിച്ചു പോകും. ഒരു സഹാബിന്റെ മുഖത്ത് ഒരു വിഷാദം കണ്ടപ്പോൾ നബി ചോദിച്ചില്ലേ, എന്താ നിന്റെ മുഖത്തൊരു വിഷമം? റസൂലുള്ളാഹിനോട് ആ സഹാബി പറഞ്ഞത്, നബിയെ, ഇപ്പോഴൊക്കെ ആഗ്രഹമുണ്ടാവുമ്പോഴെല്ലാം നിങ്ങളെ വന്ന് കാണാം, പക്ഷെ നാളെ പരലോകത്ത് അങ്ങയെ കാണാൻ കഴിയുമോ? അങ്ങ് ഉന്നതമായ അവസ്ഥയിലായിരിക്കില്ലേ? ഈ വ്യക്തിക്ക്, ഈ അടിമക്ക് ആ പ്രവാചകൻ
പ്രവാചകനെ താങ്കളെ കാണാൻ കഴിയുമോ എന്ന ചിന്തയാണ് എന്നെ നയിക്കുന്നത് എന്ന് പറയുന്ന അത്രമാത്രം മാനസികമായി ഇണക്കമുള്ള, ജീവനേക്കാളേറെ ആ പ്രവാചകനെ സ്നേഹിച്ച സഹാബത്ത് 3-4 ദിവസം പ്രവാചകനെ തുടരെയായി കാണാതിരിക്കുമ്പോൾ ആ മനസ്സുകൾ വേദനിച്ചു. ആ കണ്ണുകൾ ആകാംക്ഷയോടെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചുറ്റും വന്നുകൂടി. ആ സമയത്ത് മരണത്തിന്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പ്രവാചകന്റെ വേദന മനസ്സിലാക്കിയ പ്രവാചകന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ കണ്ണുകൾ നിറഞ്ഞു. ആ മകൾ പ്രവാചകന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പടച്ച റബ്ബേ എൻ്റെ ഉപ്പാന്റെ വിഷമം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന സഹിച്ച് കടിച്ചമർത്തിക്കൊണ്ട് തന്റെ മകളോട് പറഞ്ഞത്, നിന്റെ ഉപ്പാക്ക് മകളെ ഇതാണ് അവസാനത്തെ വേദന, ഇനി നിന്റെ ഉപ്പാക്ക് വേദന ഇല്ല, ഇനി വേദന ഇല്ല എന്ന് ആ സമയത്ത് പോലും തന്റെ മകളെ ആശ്വസിപ്പിച്ചു. നമ്മുടെ ഉമ്മ ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധം നഷ്ടപ്പെട്ട് ബോധം തിരിച്ചു വരുമ്പോ അസ്വലാ സ്വലാ സ്വലാ, നമസ്കാരം നമസ്കാരം എന്ന് മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും തുടരെ തന്റെ സമൂഹത്തെ ബോധവൽക്കരണം ചെയ്തുവെങ്കിൽ ഇന്നു പോലും സുബഹി നമസ്കരിക്കാതെ മാറി നിൽക്കുന്ന എത്ര മുസ്ലിം സഹോദരങ്ങൾ. ആ പ്രവാചകനോട് അല്പം പോലും സ്നേഹമുണ്ടെങ്കിൽ, ആ പ്രവാചകനോടുള്ള സ്നേഹം മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ, നാളെ നരകശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന പ്രധാന കാരണം നമസ്കാരമാണെന്നുള്ള പ്രവാചകന്റെ ഉപദേശത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്നവരാണ് നമ്മളെങ്കിൽ, മരണമാസന്നമായ സമയത്തുള്ള പ്രവാചകന്റെ അസ്വലാ സ്വലാ എന്ന നിർദ്ദേശത്തെ ചെവിക്കൊള്ളാൻ മനസ്സുള്ളവരാണെങ്കിൽ എങ്ങനെ സഹോദരങ്ങളെ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും? എങ്ങനെ സുബഹി ജമാഅത്തിനെ മുടക്കാൻ കഴിയും? എങ്ങനെ 5 നേരം എന്നുള്ളത് മാറ്റി ദിവസം 1 നേരത്തെ നമസ്കാരത്തിൽ ഒതുക്കാൻ കഴിയില്ല. ആ പ്രവാചകനോട് ഹുബ്ബ് വെച്ച് പുലർത്തുന്ന ആളുകൾക്ക്. അതുകൊണ്ട് ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ മരിക്കാനായിരിക്കുന്നു, തൻ്റെ ഈ ലോകത്തുള്ള ജീവിതം അവസാനിക്കാനായിരിക്കുന്നു എന്ന് തൻ്റെ സഹാബി വര്യന്മാർക്ക് സൂചന നൽകി. മിമ്പറിൽ ഇരുന്നു കൊണ്ട് ആ കുത്തി നടക്കുന്ന വടി പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, ഈ ലോകത്തോട് വിട പറയാനുള്ള സമയം എനിക്കായിട്ടുണ്ട് എന്ന ഒരു വ്യംഗ്യമായ സൂചന നൽകിയപ്പോ ഇത് പെട്ടെന്ന് മനസ്സിലായി. മുന്നിലിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ ആത്മമിത്രം, പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുകയാണെന്നുള്ള സൂചന കേട്ടപ്പോ ചെറിയ കുട്ടിയെ പോലെ സിദ്ദീഖുൽ അക്ബർ തേങ്ങി കരഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, നബിയെ അങ്ങ് പോവുകയാണോ? അങ്ങേക്ക് പകരമായി ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ തരാം. പക്ഷേ അങ്ങില്ലാത്തൊരവസ്ഥ. ചെറുപ്പം മുതലേ നബിയുടെ കൂട്ടുകാരനായി, നബിയുടെ ബാല്യകാല സുഹൃത്തായി വളർന്നു വന്ന് ഒടുവിൽ തൻ്റെ മകളെ വിവാഹം കഴിച്ച് എന്തിനേറെ ഹിജറക്ക് തൻ്റെ ആത്മമിത്രമായി എന്നെ കൂട്ടിയ ആ പ്രവാചകൻ പലപ്പോഴും സത്യത്തിന്റെ മാർഗം എനിക്ക് ഉപദേശിച്ചു തന്ന, നരകത്തിന് രക്ഷപ്പെടാനുള്ള മാർഗമെല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്ന തൻ്റെ ആത്മമിത്രത്തിന്റെ വിട പറയാനുള്ള സമയത്തെക്കുറിച്ചുള്ള ചിന്ത സിദ്ദീഖുൽ അക്ബറിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നിട്ടും ആ കണ്ണുകൾ തുടച്ച സിദ്ദീഖുൽ അക്ബർ വിനയമുള്ള വിദ്യാർത്ഥിയെ പോലെ പടച്ച റബ്ബിന്റെ വിധിയെ സ്വീകരിക്കാൻ തയ്യാറായി അവിടെ തലതാഴ്ത്തിയിരുന്ന സമയങ്ങൾ. ഈ സമയം തൻ്റെ ഭാര്യ വീട്ടിൽ പോയി ഇരിക്കുന്ന സമയത്താണ് ഉമർ അദ്ദേഹത്തിന് വിവരം കിട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു കാരുണ്യമായി ലോകത്തിന് അവതരിപ്പിച്ച പടച്ച റബ്ബ് നിയോഗിച്ച റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ച റബ്ബേ, ഞങ്ങളെല്ലാം നിന്റെ അധീനതയിലാണ്, നിന്നിലേക്കാണ് ഞങ്ങൾ മടക്കേണ്ടവർ. അങ്ങ് കുതിരയിൽ അതിവേഗതയിൽ കടന്നു വന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വാളുമായി നിൽക്കുന്നു. മുസ്ലിങ്ങൾ തരിച്ചു നിൽക്കുന്ന സമയം ആകപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ആ പ്രവാചകന്റെ മുന്നിൽ, ആ പ്രവാചകന്റെ തൊട്ടടുത്ത് മുട്ടുകളിൽ ഇരുന്ന് ആ പ്രവാചകന്റെ മുഖത്തുള്ള പുതപ്പ് മാറ്റിക്കൊണ്ട് തൻ്റെ ആത്മമിത്രത്തെ, തൻ്റെ ഹബീബിനെ, താൻ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച തൻ്റെ മുത്തിന്റെ നെറുകയിൽ ചുംബിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുംബിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വിതുമ്പുന്ന ശബ്ദത്തിൽ, ഇടറിയ ശബ്ദത്തിൽ, ഇതാ മുഹമ്മദിനെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മുഹമ്മദ് മരിച്ചു കിടക്കുന്നു, അതല്ല മുഹമ്മദിന്റെ റബ്ബിനെയാണ് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവനിതാ എന്നെന്നും ജീവിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച സിദ്ദീഖുൽ അക്ബർ വിശുദ്ധ ഖുർആന്റെ വചനം ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു റസൂൽ അല്ലാതെ മറ്റാരുമില്ല, ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഇദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും, അദ്ദേഹം കൊല്ലപ്പെടുകയോ അദ്ദേഹം വധിക്കപ്പെടുകയോ അദ്ദേഹം സാധാരണ രീതിയിൽ മരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്ന വിശുദ്ധ ഖുർആന്റെ വചനം ഓതിക്കൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നത്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, സിദ്ദീഖുൽ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ മാനസികമായ സംഘർഷം, ഇതിനേക്കാൾ മാനസികമായ വേദന മറ്റെന്താണുള്ളത്? ആ കാലഘട്ടത്തിലെ സഹാബി വര്യന്മാരെ
സംബന്ധിച്ചിടത്തോളം. എന്നിട്ട് പോലും അവർ കണ്ണുകൾ തുടച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്തിന്റെ അടുക്കൽ വന്ന് അവർ നമസ്കരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങി. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെയെല്ലാം മുൻഗാമികൾ അവർ മനസ്സിലാക്കി ഈ ആദർശ പ്രബോധന രംഗത്ത് നിൽക്കുമ്പോൾ, മുഅ്മിനായി മുസ്ലിമായി നിൽക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ സമ്പത്തിനെ നാം പരീക്ഷിക്കും. ഭയം നൽകിക്കൊണ്ട്, വിശപ്പ് നൽകിക്കൊണ്ട്, സാമ്പത്തിക നഷ്ടം, വിഭവ നഷ്ടം, ജീവനഷ്ടം വഴി അതേപോലെ തന്നെ നിങ്ങളെ നാം വ്യത്യസ്ത തലങ്ങളിൽ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫബശ്ശിരി സ്വാബിരീൻ, ആ രംഗത്ത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവരാരോ അവർക്കാണ് സ്വർഗം, അവർക്ക് തന്നെയാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആന്റെ സന്തോഷ വാർത്തയും നമ്മൾ കേട്ടു. അവസാനമായി വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ വചനം 46-ാം അധ്യായം അഹ്കാഫിന്റെ 13-14 അല്ലാഹ് പറയുന്നത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ സട്ടാവ് അല്ലാഹുവാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, എന്നിട്ട് ഇസ്തിഖാമത്തോടെ നിലനിൽക്കുകയും ചെയ്യുന്ന ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി അനുസരിച്ച് ജീവിക്കാമെന്ന ദൃഢപ്രതിജ്ഞ എടുക്കുകയും, ആ രംഗത്ത് ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടായിരുന്നാലും, പ്രയാസഘട്ടമുണ്ടായിരുന്നാലും, ആപത്തും വിപത്തും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിന്റെ വിവിധങ്ങളായ മുഖങ്ങൾ ഉണ്ടായിരുന്നാലും ഇസ്തിഖാമത്തോടെ നിലനിൽക്കുകയും ചെയ്യുന്നവരാരോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ പേടിക്കേണ്ട, അവർ വ്യസനിക്കേണ്ടതില്ല എന്ന് ഖുർആന്റെ വചനം. വഉലൈക അസ്ഹാബുൽ ജന്ന, ഇവരുണ്ടല്ലോ ഈ വിശുദ്ധമായ സ്വഭാവത്തിനുടമകൾ, ഇവരാണ് സ്വർഗാവകാശികൾ. ഖാലിദീന ഫീഹാ, ഇവർ ആ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണ് ഈ സ്വർഗമെന്ന്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിനെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുക. സട്ടാവായ പടച്ച റബ്ബാണ് നമ്മുടെ റബ്ബ് എന്ന തിരിച്ചറിവുണ്ടാവുകയും ഉറച്ചു നിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട ഏത് രംഗത്തും മുന്നേറാൻ, തുറന്ന മനസ്സുമായി ഉറച്ചു നിൽക്കാൻ, ദൃഢബോധത്തോടെ ഉറച്ചു നിൽക്കാൻ, ആ രംഗത്ത് തകരാതെ, തളരാതെ, പതറാതെ, പടച്ച റബ്ബിന്റെ ആദർശത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ മതത്തെ, പടച്ച റബ്ബിന്റെ പ്രവാചകന്റെ ഉപദേശങ്ങളെ ഇകഴ്ത്തുവാനും അതിനെ ദുർവ്യാഖ്യാനിക്കാനുമുള്ള വളരെ ആസൂത്രിതമായ തന്ത്രങ്ങളെ, കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ അന്തസത്തയെ നശിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനും സുന്നത്തുമാണ് പ്രമാണം എന്ന ആശയം വിട്ട് വിവിധങ്ങളായ ചവറ് ഗ്രന്ഥങ്ങളിലേക്ക് പോകുന്ന മുസ്ലിം സമൂഹത്തെ തിരിച്ചു വിളിക്കാനും, ആ രംഗത്ത് മുസ്ലിം ഉമ്മയിലേക്ക് ഇറങ്ങിച്ചെന്ന് ശക്തമായ ബോധവൽക്കരണം നടത്താനും, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ശക്തമായ ബോധവൽക്കരണം നടത്താനും, ആ രംഗത്ത് എന്ത് തന്നെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ റബ്ബ് പടച്ചോനാണെന്ന് പറഞ്ഞു ഉറച്ചു നിൽക്കുന്നവർ, അവർക്കാണ് സ്വർഗം, അവർ അവിടെ നിത്യവാസികളായിരിക്കും. ഇത് അവർ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാണെന്നുള്ള വിശുദ്ധ ഖുർആന്റെ വചനം. ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ. ഖുർആന്റെ ഒരു വചനം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട്, വലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ, നിങ്ങളുടെ മുൻഗാമികളായ വേദക്കാരിൽ നിന്ന്, ബഹുദൈവാരാധകരിൽ നിന്ന് നിരന്തരമായ കുത്തുവാക്കുകളും അപഹാസങ്ങളും പരിഹാസങ്ങൾക്കും നിങ്ങൾ വിധേയരാകും. നിങ്ങൾക്കത് കേൾക്കേണ്ടി വരും. മർദ്ദനങ്ങളും പ്രയാസങ്ങളും എല്ലാ അർത്ഥത്തിലും. അവിടെ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ, നിങ്ങൾ തഖ്വ നിലനിർത്തുന്നുവെങ്കിൽ തീർച്ച ഇത് ദൃഢനിശ്ചയം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഒലിലസ്മിന്റെ ഈ ഗുണം, ഈ സവിശേഷത നേടിയെടുക്കാൻ സന്നദ്ധരാവുക. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയ അവന്റെ ഖുർആനിന്റെ മുന്നറിയിപ്പുകളിൽ നിന്ന് തിരിച്ചറിവുള്ളവരായി തീരുകയും, ഖുർആൻ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങൾ ഏതെല്ലാം അർത്ഥതലങ്ങളിലാണ് വരിക എന്ന് ഖുർആന്റെ താളുകൾ മറിച്ചുകൊണ്ട് വായിച്ചു നോക്കുകയും, ആ രംഗത്ത് മുൻഗാമികളായ പ്രവാചകന്മാർ, മുൻഗാമികളായ സലഫുകൾ എന്ത് രീതിയാണോ, എന്ത് സമീപനമാണോ അവരോരോരുത്തരും സ്വീകരിച്ചത് എന്ന ചരിത്ര വസ്തുതയെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് ആ മൻഹജിൽ, സലഫുകളുടെ മൻഹജിൽ, അവർ മനസ്സിലാക്കിയ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പടച്ച റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാകണമേ. ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തിരുമാറാകണമേ. പടച്ച റബ്ബേ, നീ ഞങ്ങളെ പരീക്ഷിക്കുന്നുവെങ്കിൽ നിന്റെ പരീക്ഷണങ്ങളെ രചനാത്മകമായി നോക്കിക്കാണാനുള്ള മനസ്സും ഈമാനികമായ ദാർഢ്യതയും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പടച്ച റബ്ബേ, നിന്റെ പരീക്ഷണങ്ങളിൽ പരാജിതരാകുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ അകപ്പെടുത്തരുത്. പടച്ച റബ്ബേ, മനസ്സിലാക്കിയ സത്യം അതിലുറച്ചു നിൽക്കുവാനും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കാനും ആ രംഗത്തുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ തകരാതെ, തളരാതെ, പതറാതെ മരണം വരെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാൻ, മുഹമ്മദ് റസൂലുള്ളാഹി അനുസരിച്ച് ജീവിക്കാൻ, അത് എത്തിച്ചു കൊടുക്കാൻ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള സൗഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മുൻഗാമികളായ പണ്ഡിതന്മാർക്കും മുൻഗാമികളായ സഹാബിവര്യന്മാർക്കും മുത്തക്കികൾക്കും പ്രവാചകന്മാർക്കും നിന്റെ വിശാലമായ അനുഗ്രഹവും കാരുണ്യവും സൗഭാഗ്യവും നൽകണമേ. ഈ ആദർശ പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കുന്ന വിശ്വാസികൾക്ക്, വിശ്വാസിനികൾക്ക്, സഹോദരങ്ങൾക്ക് കൂടുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കാനുള്ള മനസ്സും കരുത്തും അറിവും ആർജവും തന്നു പടച്ച റബ്ബേ, നീ ഞങ്ങളോട് കനിയണമേ. നാഥ, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് റബ്ബേ, നാളെയുടെ ലോകത്ത് തുറന്ന മനസ്സുമായി കൊതിതീരുവോളം നിന്നെ കാണാനുള്ള സൗഭാഗ്യം അത് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ. പടച്ച റബ്ബേ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന്, കഠിനമായ ഖബർ ശിക്ഷയിൽ നിന്ന് നാഥ നീ ഞങ്ങളെ കാക്കണമേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണമേ. ഞങ്ങൾക്ക് നീ സ്വാലിഹീങ്ങളായ സന്തതികളെ പ്രദാനം ചെയ്യുമാറാകണമേ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരികയും അതോടൊപ്പം തന്നെ സ്വർഗ്ഗ കവാടങ്ങൾ നീ ഞങ്ങൾക്കായി തുറന്നു തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.